Yes. Morning prayer. Good morning, all. Good morning, ma'am. Bless the Lord, oh my soul. Oh my soul. Worship His holy name. Bless the Lord, oh my soul. Oh my soul. Worship His holy name. Sing like never before. Oh my soul, I will worship His holy name. Have a blessed day. Good morning, all. Good morning. Good morning. Thought of the day. Thought of the day. തൊട്ടില്ല. Okay, I will do, ma'am. Inspirational thought of the day. You are braver than you believe, and stronger than you seem, and smarter than you think. നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും നമ്മൾ സ്ട്രോങ് ആണ്, സ്മാർട്ടാണ്, സ്ട്രോങ്ങർ ആണ്. പക്ഷെ നമ്മൾ നമ്മളിൽ തന്നെ വിശ്വസിച്ചേ മതിയാവും. താങ്ക് യു. വെരി ഗുഡ്. സൈനിങ് ഞാൻ പറയാം. സൈനിങ് ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാൻ വിചാരിച്ചു. എന്നാ മാം പറഞ്ഞോളൂ. ബിസ്മിയ പറഞ്ഞ. ഒരു മിനിറ്റ് ബിസ്മിയ. ബിസ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നല്ലേ കഴിഞ്ഞ ദിവസം? ആ അതെ മാം. എല്ലാവരും വിഷ് ചെയ്യാമോ ബിസ്മിയനെ? എല്ലാവരും ഗ്രൂപ്പില് വിഷ് ചെയ്തായിരുന്നു മാം. ഓക്കെ, ഞാനും വിഷ് ചെയ്തല്ലേ ഇൻസ്റ്റയില്. അതെ അതെ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹാപ്പി ആയിരുന്നു അല്ലേ? അതെ. എത്ര വയസ്സായി? 26. ആ അത്രേ ആയിട്ടുള്ളൂ. ഓക്കെ. എങ്ങനെയുണ്ടായി ബർത്ത്ഡേ ഒക്കെ? നല്ലതായിരുന്നു, മക്കളുമായിട്ട് ആഘോഷിച്ചു. ഓക്കെ. പറഞ്ഞോ ബിസ്മിയ. Okay. Good morning, everyone. Today, I warmly welcome our dear Adira Miss and all my dear friends. We are very happy to be here together once again. Today's topic is socio-emotional development. Socio-emotional development helps us understand our feelings, control our emotions, and build healthy relationships with others. It teaches us kindness, empathy, friendship, respect, and cooperation. These qualities help us grow not only as a good students, but also as good human beings. I am sure Adira Miss will guide us and help us learn many valuable things and about how to understand ourselves and others better. Let us listen carefully, participate actively, and make this class meaningful and enjoyable. Thank you all. ഇത് പോയാണോ ബിസ്മിയ പാടിയത്? എന്തൊരു താളാത്മകമായിട്ടാണ് പറയുന്നത്. ഓക്കെ. മോർണിംഗ് ടു ഓൾ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഗുഡ് മോർണിംഗ് മാം. നല്ല വിശേഷം. നല്ല വിശേഷം. പാരിസയാണോ ഇൻസ്റ്റയില് റിക്വസ്റ്റ് അയച്ചങ്ങനെ? ഈ പാരിസയാണോ? അതെ മാം. അങ്ങനെ കുറച്ചു പേര് അങ്ങനെ ഇൻസ്റ്റാഗ്രാമിലെ കുറച്ചു പേരായിട്ട് കോണ്ടാക്ട് വന്നിട്ടുണ്ട്. അങ്ങനെ കാണാം. എനിക്ക് നമ്പർ കൊടുക്കരുതെന്ന് സ്ട്രിക്റ്റ്ലി വിടുന്ന ഒരു പ്രോട്ടോകോൾ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്പേഴ്സ് തരാൻ പറ്റില്ല. ഇൻസ്റ്റയിലെ നമുക്ക് ഒരു പ്രൈവറ്റ് ഐ ഡി ആണോ? അല്ല, ഒരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആണ്, അപ്പൊ പ്രശ്നമില്ല. നിങ്ങൾക്ക് ഈ ഐഡിയ ഒക്കെ എവിടെ നിന്ന് കിട്ടി? ഇൻസ്റ്റ ഐഡിയ ഒക്കെ എവിടെ നിന്ന് കിട്ടി? സ്മാർട്ട് സ്ക്രീൻ ആണോ? അല്ലല്ല, അശ്വതി മാമിനെ ഫോളോ ചെയ്തപ്പോ ടീച്ചറിന്റെയും കിട്ടി. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞാൽ പല എല്ലാ ടീച്ചറിനെ കിട്ടും.
ഞാനിപ്പോ ഓരോരുത്തർ ഇങ്ങനെ റിക്വസ്റ്റ് അയക്കുമ്പോ ഓൾറെഡി ചിലപ്പോ അശ്വതി ഇതിൽ ലൈക്ക് ഉണ്ടാവും. അപ്പൊ മനസ്സിലാവാം അപ്പൊ നമ്മുടെ സ്റ്റുഡന്റ് ആണ് ആരും അങ്ങനെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ PDF ഒന്ന് ഓപ്പൺ ആവട്ടെ കേട്ടോ. സ്ട്രക്ട് ആയിട്ടിരിക്കാണ്. നമ്മുടെ സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എടുത്തുകൊണ്ടിരുന്നത് ഫാമിലി വരെ ഇൻഫ്ലുവൻസ് അല്ലേ, ഇമോഷണൽ ഡെവലപ്മെന്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. ഓപ്പൺ അതെ. ആവട്ടെ ക്ലാസ്. വേറെ എന്താണ് പ്രത്യേകിച്ച്? മാം നാളെ നോമ്പ് തുടങ്ങാണ്, അതൊക്കെ തന്നെ വിശേഷം. എന്തോ നോമ്പ് തുടങ്ങാണ് നാളെയാണ്. നോമ്പ് പറയണ്ടേ, ഇത് നല്ല നോമ്പുകാലം ആരംഭിക്കാൻ പോണേ അല്ലെ. ഇനിയിപ്പോ എത്ര ദിവസം എത്ര നാൾ എടുക്കും? ഫുൾ എടുക്കും നിങ്ങള് നോമ്പ്? ഒരു മാസം ഉണ്ടാവും. ഒരു മാസം ഉണ്ടാവും. ഓക്കെ. ഞങ്ങൾക്ക് ഓൾറെഡി തുടങ്ങി 50 days. നിങ്ങൾക്ക് ഈസ്റ്ററിന്റെ നോയമ്പ് അല്ലേ? അതെ. റംസാൻ. അതുപോലെ നമ്മുടെ ഇതില് ഫാത്തിമ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. ഇപ്പോഴും ആക്റ്റീവ് ആണ് ഗ്രൂപ്പില്. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ഒരു വിവരവും ഇല്ല. വാട്സപ്പിലും ഇല്ല. നിങ്ങൾ കോണ്ടാക്ട് ചെയ്തില്ലേ? അതെ പറഞ്ഞു, വാട്സപ്പിൽ നോക്കിയിട്ടും കിട്ടുന്നില്ല. അല്ലെങ്കിൽ എങ്ങനെയായാലും വാട്സപ്പിൽ നമുക്കിപ്പോ റീപ്ലൈ കിട്ടും. ഇങ്ങനെ എല്ലാവർക്കും ഉള്ളതാണല്ലോ വാട്സപ്പിൽ, അതിലൊന്നും ഇല്ല, ഓൺലൈനിലേ ഇല്ല. എന്ത് പറ്റിയെന്നാവോ? നല്ല നോർമലി കോള് വിളിച്ചിരുന്നോ? ഫാത്തിമയാണോ? അവള് മാസ്കത്തിലാ. ആണോ? എന്ത് പറ്റിയെന്നാവോ? അറിയില്ല മിസ്സേ. ഞാൻ വിചാരിച്ച് ഓഫീസില് ഇങ്ങനെ ചിലപ്പോ എന്തെങ്കിലും പറയല്ലോ. ഞാൻ സാറിനോട് ചോദിച്ചു നോക്കട്ടെ. ഫാത്തിമയുടെ ഫുൾ നെയിം എന്താണെന്നറിയോ? നമ്മളല്ല ആലിയ എന്നല്ലേ കണ്ടത്? ഫാത്തിമ ആലിയ എന്ന് പറഞ്ഞ കുട്ടിയല്ലേ? അങ്ങനെ എന്തോ ഞാൻ ഫാത്തിമ പേര് അവരുടെ മോളുടെ പേരാണ്. ആലിയാസ് വേൾഡ് എന്ന് ഗൂഗിളിലൊക്കെ ഇട്ടിരുന്നു. ശരിയാണ് എനിക്ക് മനസ്സിലായി. ലിയാസ് വേൾഡ് എന്ന പേരാണ് അല്ലെ ഇതിന്റെ ഡീറ്റെയിൽ കാണാം. പക്ഷെ ഫാത്തിമ എന്നാണ് ഒറിജിനൽ നെയിം. മസ്കറ്റിലാണ് ആള്. ഇപ്പൊ എന്താന്ന് അറിയില്ല. മെസ്സേജ് ഒക്കെ അയച്ചു നോക്കിയിട്ട് 1 ടിക്കേ ഉള്ളൂ. കൊറേ നാളായി. നല്ല ആക്റ്റീവ് ആയിരുന്നു ഗ്രൂപ്പിലാണെങ്കിലും. ഇങ്ങനെ പറയുമ്പോ നമ്മുടെ M8 ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട് ഇതേപോലെ. പറയുന്നില്ല, നിനക്കത് കേട്ട ബുദ്ധിമുട്ടാവും. അപ്പൊ ഒന്ന് അന്വേഷിക്കണം കേട്ടോ. ഈ ഓൺലൈൻ ആയോണ്ടേ മാം നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ അറിയും? എന്താണ് സ്നേഹ എന്താ പറഞ്ഞേ? ഇപ്പൊ നമ്മുടെ ക്ലാസ് ഓൺലൈൻ അല്ലേ? അപ്പൊ നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ടായാൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലേ? നിങ്ങൾക്ക് ഉണ്ട്. പക്ഷെ ഇതുപോലെ ഫാത്തിമയെ പോലെ നമുക്ക് ആരോടൊന്നും ഷെയർ ചെയ്യാൻ പറ്റാതായി പോയ എന്ത് ചെയ്യും എന്ന് എനിക്കൊരു ടെൻഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെ ടെൻഷൻ ഒന്നും വേണ്ട. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിന് മാത്രമായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലേ നിങ്ങൾക്ക് മാത്രം? M18 മാത്രം ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം. പേഴ്സണൽ ആരെങ്കിലോട് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവരോട് മാത്രം പേഴ്സണൽ കാര്യം പറഞ്ഞാൽ മതി കേട്ടോ. ഗ്രൂപ്പിൽ അത് ഡിസ്കസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ കിട്ടുമായിരിക്കും ഒരു നല്ലൊരു സുഹൃത്തിനെ ഈ ഒരു ബാച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ടോ? ഉണ്ട് മാം. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ളവരോട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഷെയർ ചെയ്യാം. അങ്ങനെ ഒരു ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊന്ന് വിചാരിക്കാം. ഞങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും പറയാണെങ്കിൽ ഇൻസ്റ്റയിൽ പറയാം കേട്ടോ. ഇൻസ്റ്റയിൽ മാത്രം നമുക്ക് മെസ്സേജ് അയക്കാൻ ഇപ്പൊ നിവർത്തിയുള്ളൂ. നമ്പർ തരാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇവിടെ നിർബന്ധമായിട്ട് പറഞ്ഞുകൊണ്ടാണ്. മിസ്സേ കഴിഞ്ഞ ബാച്ചിന് എന്താ പറ്റിയേ? പറയാൻ വന്ന് എന്താണ് കഴിഞ്ഞ ബാച്ചിലത്തെ ഏതൊരു കുട്ടിക്ക് എന്തോ പറയുന്നത്? എന്തായാലും പറയാം. നിങ്ങൾ വേറെ അതായിട്ടൊന്നും ചിന്തിക്കണ്ട കേട്ടോ. വേറെ ഒന്നായിട്ട് ചിന്തിക്കണ്ട. അത് സൂര്യ എന്ന് പറഞ്ഞ കുട്ടിയാണ്. ക്ലാസ്സിൽ ഇടയ്ക്കൊക്കെ കേൾക്കുമായിരുന്നു. പക്ഷെ ആക്റ്റീവ് ഒന്നുമല്ല, എന്നാലും ക്ലാസ്സിലുണ്ടാവും ആള്. അപ്പോ ഇവിടെ ഇതേപോലെ കാണാണ്ടായപ്പോ ഒരു ഹസ്ബൻഡിനെയൊക്കെ കോണ്ടാക്ട് ചെയ്ത ആളെ കിട്ടുന്നില്ല. ഹസ്ബൻഡിനെ കോണ്ടാക്ട് ചെയ്ത ആള് ഫോൺ കട്ട് ചെയ്ത് കളയും. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളായിട്ട് ഇതാണ് റീസൺ പറയുന്നില്ല. സാറ് വരെ കോണ്ടാക്ട് ചെയ്തിട്ട് ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. കുറെ നാളെന്ന് പറഞ്ഞ എന്തോ അസുഖം വന്നു പറഞ്ഞു. ചെറിയ കുഞ്ഞുണ്ട്, അസുഖം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പൊ ക്ലാസ്സിൽ കയറാണ്ടായി തുടങ്ങിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കുറച്ച് അധികം ഒന്നായില്ല, 2-3 ആഴ്ച അസുഖമായിട്ട് ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ഇതേപോലെ നിങ്ങൾക്കുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ള പോലെ അതിലേക്ക് ആളുടെ ഹസ്ബൻഡ് ആള് മരിച്ചു എന്ന് പറഞ്ഞൊരു ഫോട്ടോ ഇട്ടായിരുന്നു.
സൂര്യ എന്ന് പറഞ്ഞ കുട്ടിയാണ്. അപ്പൊ എന്നിട്ട് ഇവിടുന്ന് സാറ് കോണ്ടാക്ട് ചെയ്തു. ഇവിടെ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും കോണ്ടാക്ട് ചെയ്ത് വിളിച്ചപ്പോ ആള് പറയുന്നതിലൊന്നും ഒരു ക്ലാരിറ്റി ഇല്ല. ഹസ്ബൻഡ് പറയുന്നില്ല എന്താണ് കാരണമെന്നോ എന്ത് പറ്റിയെന്നൊന്നും പറയുന്നില്ല. നമുക്ക് ഒരാൾ സംസാരിക്കുമ്പോ കറക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞില്ല നമുക്ക് പൊട്ടന്മാരൊന്നും ഇല്ലല്ലോ അല്ലെ. അപ്പൊ അയാൾ പറയുന്നതിന് ക്ലാരിറ്റി ഇല്ല, എന്താ പറയുന്നത് സാറ് വിളിച്ചു ചോദിച്ചു എന്ത് പറ്റിയതാണ് എന്താന്നുള്ളത്. നമ്മൾ ഇവിടുന്ന് ആദരാഞ്ജലികളൊക്കെ അയച്ചായിരുന്നു. പക്ഷെ റീസൺ ഒന്നും ആർക്കറിയില്ല എന്ത് പറ്റിയതാണെന്നോ. അയാൾ പറയുന്നതില് യാതൊരു ക്ലാരിറ്റി ഇല്ല, ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതില്. അപ്പൊ ഇപ്പോഴും MT8 കുട്ടികൾക്ക് ഇപ്പോഴും നിഗൂഢമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് സൂര്യക്ക് എന്താ സംഭവിച്ചെന്നുള്ളത്. അപ്പൊ കോൺവൊക്കേഷൻ എന്നിട്ട് നമ്മൾ ആളുടെ ഒരു ഓർമ്മ ദിവസം എന്ന പോലെ അന്ന് ഒരു മെമ്മറി എന്ന പോലെ അന്ന് ആൾക്ക് വേണ്ടി ഒരു അനുസ്മരണമൊക്കെ നടത്തിയായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഇൻസിഡന്റുകൾ പലതും നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞത്. ഓക്കെ, സീരിയസ് ആയിട്ടുള്ള അന്വേഷിക്കാൻ വേറെ ഒരു ഓപ്ഷനും ഇല്ല മാം. ഇനി അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത ആ ഒരു ഡീറ്റെയിൽസിൽ PR ആയിട്ട് എങ്ങനെ കോണ്ടാക്ട് ചെയ്ത് വേറെ നമ്പറും കൂടെ കൊടുക്കുമല്ലോ നമ്മള് ഗാർഡിയൻ. നിങ്ങളുടെ PR പേരെന്താ? പേരറിയില്ല, ശരണ്യാണെന്ന് തോന്നുന്നു. ശരണ്യാണോ? ഓക്കെ. PR കൊണ്ടൊക്കെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കണം. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും ട്രസ്റ്റ്ഫുൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു പ്രശ്നങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ എന്ത് കാര്യങ്ങളാണെങ്കിലും അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ, ക്ലാസ്സിലാണെങ്കിൽ ടീച്ചേഴ്സിനോട് പറയാൻ കേട്ടോ. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലേ ആ കാര്യത്തിൽ നിങ്ങൾ പേടിക്കുകയും വേണ്ട. 100% ഇൻഷുറൻസ് വരുന്നുണ്ട്, നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മളെങ്ങനെയെങ്കിലും അറിയിക്കണം, നമ്മളെങ്ങനെ അറിയാനുള്ള ഒരു സംവിധാനം ഉണ്ടാവും കേട്ടോ. അപ്പൊ ആളെപ്പറ്റി ആലിയാന്നാണോ പേരെന്ന് അറിയില്ല. ഞാൻ ശരണ്യോട് പറയാമെന്ന് അന്വേഷിക്കാൻ ഫാത്തിമ ചോദിച്ചാ മതി. എന്തോ ഫാത്തിമ ഫാത്തിമ ആലിയാസ് വേണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ അതാണ് ഇവിടെ ഡീപ്പിൽ കാണുന്നത്. ലൈല പറയുന്നത് ക്ലിയർ അല്ലടോ. ലൈല അല്ല, ഭീമായ ഉമ്മിയുടെ. പിന്നെ ഇങ്ങനെ പേരിട്ട ഞാൻ പിന്നെ എന്ത് വിളിക്കും? ഓക്കെ, അപ്പൊ ഇതൊന്ന് സീരിയസ് ആയിട്ട് എടുക്കുന്നോട്ടോ നിങ്ങളാ. അല്ല, ഇതിന്റെ പുറകിലുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞാണ്ടില്ലേ, ശരിക്കും ഒരു ഇൻസിഡന്റ് അങ്ങനെ ഉണ്ടായിരുന്നാണ് പറഞ്ഞ. അപ്പൊ അവരും ഇതേപോലെ കുറെ ദിവസങ്ങൾ കോണ്ടാക്ട് ചെയ്യും. അവർക്കൊരു വിവരമില്ല. ഒരു കുട്ടിയായിട്ട് മാത്രം ഇങ്ങനെ പേഴ്സണലി പറയുമായിരുന്നു എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കൊന്നും അറിയില്ല എങ്ങനെയാണ്. ആളും ചോദിച്ചിട്ട് ആളോടും ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. എന്ത് പറ്റിയതാന്ന് അറിയില്ല ഇതുവരെ ആൾക്ക്. ഒരു ദിവസം നോക്കിയപ്പോ പെട്ടെന്ന് വയ്യാതായി, പെട്ടെന്ന് മരിച്ചു. നമുക്ക് എന്താണ് റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും അല്ല, കൊല്ലോ കോഴിക്കോടോ അവിടെ എങ്ങനെ വീട് അല്ല, ആലപ്പുഴയാണോ? ആലപ്പുഴ. കുഞ്ഞു കുട്ടിയുണ്ട്, ഒരു 3 വയസ്സോ അത്രയുള്ള ഒരു കുഞ്ഞുണ്ട്. MT8 നമുക്കൊരു വിഷമമുള്ള ഒരു കാര്യം അത് മാത്രമാണ്. ചിലപ്പോ നമുക്കതിനെ പോസിറ്റീവായിട്ട് എടുക്കാം. ചിലപ്പോ ആളുടെ ഫോണിൽ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ആയിരിക്കാം. ഇല്ല മാം, ഇപ്പൊ 2 മാസമായി ഗ്രൂപ്പിലൊക്കെ 2 മാസത്തോളമായി. കാരണം നമ്മുടെ ജനുവരി തൊട്ട് ആളെ കാണാനില്ല. ക്രിസ്മസിന്റെ സെലിബ്രേഷനിലൊക്കെ ആളുണ്ടായിരുന്നു. എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഗ്രൂപ്പിലാണെങ്കിലും നല്ലവണ്ണൊക്കെ മെസ്സേജ് അയക്കും. എല്ലാം ചെയ്തോണ്ടിരുന്നയാ. നമ്മള് മറ്റേ ചാർട്ടിന്റെ ഇത് വെച്ചില്ലേ, അപ്പൊ അവള് പറഞ്ഞിരുന്നില്ലേ, പിന്നെ ഞാൻ അയച്ചപ്പോ എന്താ മിസ്റ്റേക്ക് അതുവരെ ഉണ്ടായിരുന്നേ. ഞാൻ എന്തോ ചാർട്ട് കാണിച്ചില്ലേ, ചാർട്ട് കാണിച്ചില്ലേ. ഡെവലപ്മെന്റിന്റെ ഒക്കെ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആള് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ സാധ്യതയില്ലല്ലോ. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. അങ്ങനെ തോന്നുന്നില്ല. കാരണം ആള് നഴ്സിംഗ് ആണ്ട് പഠിച്ചതാണ്, എന്നിട്ട് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടില്ലായിരുന്നു. അങ്ങനെയാണ് ഈ കോഴ്സിന് ജോയിൻ ചെയ്തത്. അപ്പം ജോലി നോക്കാനായിട്ടായിരിക്കും കയറിയത്. മസ്കറ്റിലല്ലേ, ഹസ്ബൻഡ് കൂടെ 2 കുട്ടികളും ഉണ്ട്. വേറെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. നാട്ടിലും കൊല്ലത്തായിരുന്നു. എന്റെ സ്ഥലമൊക്കെ അറിയാന്ന് പറഞ്ഞു. ഇനി നാട്ടിൽ വരുമ്പം വരാം എന്നൊക്കെ ഇങ്ങനെ ഗ്രൂപ്പിൽ തന്നെ മെസ്സേജ് അയച്ചിരുന്നേ. ഇപ്പൊ നിങ്ങൾ മെസ്സേജ് അയക്കണേനൊന്നും റിപ്ലൈ ഇല്ല, ഗ്രൂപ്പിലേക്ക് വീഴുന്നില്ല അല്ലേ? അതെ 1 ടിക്കേ പോണുള്ളൂ. ലാസ്റ്റ് സീനോ ഒന്നും കാണിക്കുന്നില്ല, ഒന്നുമില്ല. നമ്മളുടെ ഭാഗത്തുനിന്ന് ഇൻസ്റ്റിറ്റ്യൂഷനിൽ അന്വേഷിച്ച് നോക്കാം കേട്ടോ, എന്താ പറ്റിയെന്നുള്ളത്. ഇപ്പൊ ഓൾറെഡി ഇവിടെ ഫിക്സ് പേയ്മെന്റും കാര്യങ്ങളും വരുമ്പോ എന്തായാലും അത് ആളെ നോക്കും, അത് കോൺടാക്ട് ചെയ്യും. അല്ല, അത് എല്ലാവരും ചെക്ക് ചെയ്യുന്നതാണ്. ചിലപ്പോ എന്താണ് ശരണയോട് ചോദിക്കാം കേട്ടോ.
അപ്പോഴും പ്രശ്നം ആളുടെ കറക്റ്റ് നെയ്യും നമുക്ക് അറിയില്ല. ഒരുപാട് ഫാത്തിമമാരും ഉണ്ടാവും, അങ്ങനെ പേരുകൾ ഗ്രൂപ്പില് 2 ഫാത്തിമയുണ്ട്. അപ്പോ ഇങ്ങനെ കാണാതെ തിരക്കിയപ്പോ ആ ഫാത്തിമയെ ഒരാൾ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ആ നമ്മുടെ ഫാത്തിമയുടെ പേരെന്താ ഈ ക്ലാസ്സിലെ? ശരിക്കും ഫാത്തിമ പക്ഷേ നാട്ടിലുള്ളയാ, അങ്ങനെ അവരെ തിരിച്ചറിയാൻ പറ്റുന്നുള്ളൂ. ഗ്രൂപ്പിൽ ചോദിച്ചു നോക്കാം മിസ്സേ. ഫുൾ നെയിം ഒന്ന് ആ ഫാത്തിമയോട് ചോദിക്കട്ടോ, എന്നിട്ട് വിസ്മയ എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി ഇൻസ്റ്റയില്. ഓക്കെ മാം. PDF കാണാൻ പറ്റുന്നുണ്ടോ നോക്കിയേ? ഇല്ല മാം. കാണാം നോക്കാം. കാണാം മാം. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് നിങ്ങൾ അതിനെ വേറെതായിട്ടൊന്നും എടുക്കരുത് കേട്ടോ. ഇല്ല. ഇനി നമ്മള് ഫാമിലി വരെ പറഞ്ഞു. നെക്സ്റ്റ് വരുന്നത് ഇമോഷണൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് സോഷ്യൽ അറ്റ്മോസ്ഫിയർ. ഇത് പറഞ്ഞല്ലോ, പറഞ്ഞില്ലേ? പിയർ ഗ്രോത്ത് തൊട്ടാണ് ഇനി എടുക്കാനുള്ളത്. ആണ് പറയേണ്ടത്. സ്കൂൾ സെറ്റിംഗ്സിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞാണ് അല്ലെ, ടീച്ചർ റിലേഷൻഷിപ്സ് ഒക്കെ. പിയർ ഗ്രൂപ്പ് ആരാണ്? പിയർ ഗ്രൂപ്പ് നമ്മുടെ സമപ്രായക്കാരൻ, സെയിം ഏജ് കാറ്റഗറിയിലുള്ളവര് അല്ലെ. നോക്കാം, ദ പിയർ ഗ്രൂപ്പ് റിലേഷൻഷിപ്പ് പേഴ്സ് തന്നെയാണോ കിടക്കുന്നത് നിങ്ങളുടെ? PABES അങ്ങനെ തന്നെയാണോ? അതെ മാം. യെസ്. ചില എന്താ പറയാ നടപ്പാത എന്നൊക്കെ പറയും നമ്മള്. അതൊരു മീൻ ചെയ്ത് പറഞ്ഞുതരാം എന്താണെന്ന് ഉദ്ദേശിച്ചത്. പേഴ്സ് മീൻസ് മലയാളത്തിൽ നമ്മൾ വഴി അല്ലെങ്കിൽ ഓരം, നടപ്പാത എന്നൊക്കെ പറയും. അതിവിടെ എന്താ പറയുന്നതെന്ന് കാണിച്ചു തരാം. Base for social development of the child and thereby his emotional development. The more social the child is, more emotionally adjustable he will grow. Socially discarded and maladjusted children always face difficult emotional problems. Okay. അതായത് നമ്മുടെ പിയർ ഗ്രൂപ്പ്സിന്റെ ആ റിലേഷൻഷിപ്സ്, ആ ഒരു വേ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? സെയിം ഏജ് ഗ്രൂപ്പുകാരുടെ ഒരു പ്രത്യേകത എന്താണ്? സെയിം ഏജ് ഗ്രൂപ്പുകാരുടെ നമ്മുടെ ഇമോഷൻസ് എല്ലാം സെയിം ആയിരിക്കും അല്ലെ. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ സെയിം ആയിരിക്കും. നമ്മുടെ ഒരേ ആംഗിളിൽ നിന്ന് ചിന്തിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ഒരേ ഇമോഷൻസ് കൈകാര്യം, ഒരേ താല്പര്യങ്ങൾ, ഒരേ ഇൻട്രസ്റ്റുകളായിരിക്കും നമുക്ക് അല്ലെ. നിങ്ങളുടെ കാലഘട്ടത്തേക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങളുടെ കൂടെ പഠിച്ച നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കള് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരൻ, അവരുടെയൊക്കെ ഒപ്പം ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങൾ ഇമോഷണൽ എങ്ങനെയായിരുന്നു? നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അവരും ചിന്തിച്ചിരുന്നു, നിങ്ങൾ പറയുന്ന കോമഡികൾ അവരും പറഞ്ഞിരുന്നു അല്ലെ. ഇതെല്ലാം നമ്മൾ എന്ത് പറഞ്ഞാലും അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉള്ള ആൾക്കാരായിരുന്നു അല്ലെ. ആണോ? ആ കാലഘട്ടത്തിൽ ഒന്ന് ആലോചിച്ച് തമ്പിടൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെ മാം. അതെ. ഇപ്പോഴും ആ ഒരു സൗഹൃദം ഇപ്പോഴും സൂക്ഷിക്കുന്നവരുണ്ടാവായിരിക്കാം. ഓക്കെ കേട്ടോ. അപ്പൊ എന്ന് വെച്ചാല് അപ്പൊ നമ്മൾ നമുക്ക് വിഷമമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും നമ്മുടെ കൂടെ നിൽക്കാൻ കുറച്ച് ആൾക്കാർ അല്ലെ. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിചാരിച്ചാലും അവർക്ക് മനസ്സിലാവും. ഇമോഷണലി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അവര്. അപ്പൊ നമ്മളുടെ ഒക്കെ ഒരു കാലഘട്ടം ശരിക്കും നമ്മുടെ ഈ പിയർ ഗ്രൂപ്പിന്റെ സമപ്രായക്കാരുടെ ഒരു സ്വാധീനം വരുന്നത് ഏത് ഏജ് എത്തുമ്പോഴാണ്? ശരിക്കും നമുക്ക് ഏത് ഏജ് എത്തുമ്പോഴാണ് നമ്മൾ ഒരേ പ്രായമുള്ള കൂട്ടുകാരുമായിട്ടുള്ള ഒരു സൗഹൃദവും അല്ലെങ്കിൽ ആ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ വരുന്നത് ഏത് ഏജ് എത്തുമ്പോഴാണ് കൂടുതലായിട്ട് വരുന്നത്? ടീനേജിലാണ്. ഓക്കെ. എന്നാലും നമ്മുടെ ചെറിയ കാലഘട്ടത്തിലെ കുട്ടികളിലേക്ക് ഒന്ന് പോയേ. നമുക്കൊരു 6ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എടുത്ത് നോക്കിയാല്, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഒരു 3rd സ്റ്റാൻഡേർഡ് മുതൽ 6th വരെയുള്ള കുട്ടികളുടെ നോക്കിയാല് ഭയങ്കര സൗഹൃദങ്ങളാണ് അവരുടെ ഇടയിൽ നിൽക്കുന്നത് അല്ലെ. ഒരു ഗ്യാങ് ആയിട്ടായിരിക്കും നടക്കുന്നത്. കയ്യിൽ തോള് കൈ കിട്ടിട്ട് ഒരു ഗ്യാങ് ആണ്. എന്തുകൊണ്ടാണ്? എപ്പോഴും എന്തിനേതിനും ഒരുമിച്ചായിരിക്കുള്ളൂ. ഒരു കരച്ചിൽ വന്നാൽ കൂടെ നിന്ന് കരയും, സന്തോഷം വന്നാൽ കൂടെ ഉണ്ടായിരിക്കും, തല്ലുപിടിക്കാനാണെങ്കിലും കൂടെ ഉണ്ടായിരിക്കും, വഴക്കിടാനും പ്രശ്നം ഉണ്ടാക്കുന്നതിനൊക്കെ ഒരുമിച്ചായിരിക്കും. അങ്ങനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്? അവര് സെയിം ഇമോഷൻസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത് അല്ലെ. യെസ്. അതായത് നമ്മുടെ ഒരേ ഏജിലുള്ളവർക്ക് ഏകദേശം പല കാര്യങ്ങളും ഏകദേശം എന്താണ് ഒരേപോലെ ആയിരിക്കും. നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ അവർക്കേ പറ്റുമോ?
നമ്മുടെ അച്ഛനും അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ചേട്ടനോ ചേച്ചിക്കോ ഒന്നും നമ്മുടെ ആ ഒരു വേവ് ലെങ്ത് ചിലപ്പോൾ മനസ്സിലായി വരില്ല. പക്ഷെ നമ്മുടെ കൂട്ടുകാരോട് പറയുമ്പോൾ എന്താണ് അവർക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ടാണ് നമ്മൾ ഒരേ ഏജ് ആണ് അല്ലെ? ഒരു ഏജ് ആകുമ്പോൾ ഒരു ഇമോഷൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ എന്താണ് അവർക്ക് ഇമോഷൻസ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഓരോ കുട്ടികളുടെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഇമോഷണലി അവരെ ഒരു അഡ്ജസ്റ്റ് ചെയ്തതിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ അവരുടെ പിയർ ഗ്രൂപ്പ്സുകൾ സ്വാധീനിക്കുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ച് ഇനിയിപ്പോ എന്താ പറയാ, ഇപ്പൊ സോഷ്യലി ഡിസ്കാർഡ് ആയിട്ട് നിൽക്കുന്ന കുട്ടികൾ, സൊസൈറ്റിനോട് അധികം താല്പര്യങ്ങളില്ലാതെ നിൽക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്ന കുറെ കുട്ടികളെ കണ്ടിട്ടില്ല നമ്മള്. അതായത് സോഷ്യൽ അല്ല കുട്ടികൾ, കുറച്ചുകൂടി ഇൻട്രോവേർട്ട് കാറ്റഗറി വേണമെങ്കിൽ നമുക്ക് അതിൽ ഉദ്ദേശിക്കാം. അങ്ങനെയുള്ള മാൽ അഡ്ജസ്റ്റഡ് ആയിട്ട് വരുന്ന കുട്ടികളുണ്ട്. എല്ലാവരും അല്ല, ചില കുട്ടികൾ. ഓക്കെ, അതായത് ചിലപ്പോൾ അവരെന്തുകൊണ്ടായിരിക്കും സൊസൈറ്റിയിൽ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളും നേരിടുന്നതുകൊണ്ടായിരിക്കും അല്ലെ? അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അവരുടെ കൂട്ടുകാരായിരിക്കും ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. എന്തുകൊണ്ടാണ്? എന്റെ കൂട്ടുകാരൻ എങ്ങനെയാണെന്ന് അവന് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത് അവന്റെ കൂട്ടുകാർക്കായിരിക്കും, അല്ലെങ്കിൽ അവന്റെ സെയിം ഏജുള്ള കുട്ടികൾക്കായിരിക്കും. അപ്പൊ അവരെന്ത് ചെയ്യും, കൂടെ കൂട്ടുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ എന്താണ് അവനെ ഇമോഷണൽ അവിടെ ഇത്രയും അങ്ങനെയാണ്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കും? സെയിം ഏജുള്ള ആർക്കുണ്ടായിരിക്കും. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് എങ്ങനെയായിരുന്നോ നിങ്ങൾ പഠിച്ച കാലഘട്ടത്തില്? ആണോ? ആണ്. ഈ ആണെന്ന് പറയാനാണ് അപ്പൊ കൊച്ചിൽ എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് പറയേ. നിങ്ങൾക്ക് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടില്ല പിള്ളേരെ? ഉണ്ടായിട്ടുണ്ട് മാം. എല്ലാം ഷെയർ അതുകൊണ്ടാണല്ലോ ചെയ്യാം. പിന്നെ എന്തോ നിമിഷം എന്ന് പറഞ്ഞേ. അപ്പൊ ഇപ്പൊ സ്കൂൾ ഗ്യാതറിംഗ് ഒക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്, റീയൂണിയൻ ഒക്കെ നടക്കുന്നത് അതുകൊണ്ടാണല്ലോ. നമുക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ് സ്കൂൾ ഡേയ്സിലുള്ളത് കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഗ്യാതറിങ്ങിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നത്. ഒരു ഫ്രണ്ട്സിനെ നമ്മൾ മറക്കത്തില്ലല്ലോ എപ്പോഴും, കൂടെ പഠിച്ചവര്. അപ്പൊ നമുക്ക് ഏറ്റവും ഇമോഷണലി കണക്റ്റഡ് ആവുന്ന കുറച്ച് ആൾക്കാരാണ് നമ്മുടെ സെയിം ഏജുള്ള നമ്മുടെ കൂട്ടുകാരെന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമോഷണലി നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാല് അവരെ വിളിക്കുക, അവരോട് സംസാരിക്കുക ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അത് മാറാറുണ്ട് അല്ലെ? അത് അങ്ങനെയുള്ള ആൾക്കാർ കേട്ടോ. ചിലപ്പോൾ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർക്ക് ഈ പറഞ്ഞിട്ട് കാര്യമില്ല. ചില കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ എല്ലാത്തിനേക്കാളും മേലെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ ചേട്ടനും ചേച്ചിയൊക്കെ തന്നെ. പക്ഷെ ചിലവരെ നേരെ മറിച്ചാണ്, പിയർ ഗ്രൂപ്പ്സിനോടായിരിക്കും താല്പര്യമുള്ളത്. ആ ഗ്രൂപ്പിൽ വരുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്, അത് കുഴപ്പമില്ല, അതിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല അല്ലെ? നമുക്ക് എപ്പോഴും ഒരു സർക്കിൾ ഉണ്ടായിരിക്കും. എപ്പോഴും കുറച്ച് സർക്കിളൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ്, കുറച്ചു പേരെങ്കിലും. നമ്മുടെ പേഴ്സണൽ നമ്മുടെ ഇമോഷൻസ് എല്ലാം നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യുന്ന ഫാമിലിയേക്കാളും കൂടുതൽ ഷെയർ ചെയ്യുന്ന നമ്മുടെ ഇന്റിമേറ്റ് ഫ്രണ്ട്സിനോട് ആയിരിക്കും. സെയിം അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അല്ലെ? മനസ്സിലാവില്ല. പക്ഷെ അവരോട് പറഞ്ഞാൽ പറയായിരിക്കും അല്ലെ? അവരൊന്ന് ചിരിച്ചാൽ ചിലപ്പോ നമ്മൾ ആ കാര്യമേ വിട്ടു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ഒരു പൊട്ടത്തരോ അല്ലെങ്കിൽ ചിലപ്പോ കാര്യമായിട്ട് മെച്ചൂർഡായിട്ട് ചിലപ്പോ പറഞ്ഞു തരും, അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പൊ ശരിയാവും നമ്മളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ എൻകറേജ് ചെയ്യാൻ എപ്പോഴും ഇമോഷണലി ഇങ്ങനെ താങ്ങി നിർത്താനായിട്ട് അവർക്ക് സാധിക്കാറുണ്ട്. ഓക്കെ, അത് ചെറിയ കാലം നമ്മുടെ ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ തുടങ്ങുന്ന ഒരു സൗഹൃദങ്ങളാണ് പിന്നീട് അങ്ങോട്ട് വലിയ സൗഹൃദങ്ങളായി മാറുന്നത് അല്ലെ? അപ്പൊ ആ ഒരു കാലഘട്ടം മുതലേ അവൻ എന്നെ അറിയാതെ അവൾക്ക് എന്നെ അറിയാമെന്നുള്ളത് തിരിച്ചറിയാൻ പറ്റും നമുക്ക്. അപ്പൊ അതിനാൽ തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാം നമ്മുടെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായിട്ട്. നമ്മളെ വീട്ടുകാരേക്കാൾ കൂടുതൽ ചിലപ്പോൾ ഏറ്റവും കൂടുതൽ റിയലൈസ് ചെയ്ത് മനസ്സിലാക്കിയിരിക്കുന്നത് അവിടെ ആയിരിക്കും. അപ്പൊ ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ നല്ല സൗഹൃദങ്ങളൊക്കെ സൂക്ഷിക്കുന്നുണ്ടോ? ഉണ്ട് മാം. മെസ്സേജ് ചെയ്യാറുണ്ട്. ഓക്കെ, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്സ് എല്ലാം സ്കൂളിലെ ഫ്രണ്ട്സ് ആണ് കൂടുതൽ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ് ആണ് കേട്ടോ. എന്താണ് നൈബർഹുഡ്? അയൽബന്ധം. അല്ലെ? നമ്മുടെ പരിസരത്തുള്ള ആൾക്കാരാണ്. നമുക്ക് നോക്കാം. കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ് ആണ് അടുത്തതായിട്ട് ഇമോഷൻ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ. അതെങ്ങനെ എഫക്ട് ചെയ്യുന്നു? നമ്മുടെ നൈബർഹുഡും കമ്മ്യൂണിറ്റി ഒക്കെ നമ്മുടെ ഇമോഷൻസിനെ എങ്ങനെയൊക്കെ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്, എഫക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആദ്യം എവിടെയോ പഠിച്ചല്ലോ, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ പഠിച്ച സമയത്ത്
നല്ല അറ്റ്മോസ്ഫിയർ ഉള്ള ഫാമിലിയിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ടാവുന്നത് പറഞ്ഞു അല്ലെ. മോശം ഡിസ്പ്യൂട്ടും തർക്കങ്ങളുള്ള ഫാമിലിയിൽ നിന്ന് എന്താണ് നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാവുന്നത് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, നല്ലൊരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവുന്നത് നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്നത് ഈ മറ്റുള്ളവർ അല്ലെ, അത് ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൂട്ടാൻ നമുക്ക് മറ്റുള്ളവർ എന്ന് വിചാരിക്കും. മറ്റുള്ളവർ അങ്ങനെ പറയില്ലേ, മറ്റുള്ളവർ. ഈ മറ്റുള്ളവരെ നമുക്ക് ഈ കമ്മ്യൂണിറ്റി ആയിട്ട് പറഞ്ഞു നോക്കാം. യെസ്, ഇത് മറ്റുള്ളവര് നല്ലതായിട്ട് പെരുമാറണമെങ്കിൽ നമ്മൾ നന്നായിട്ട് പെരുമാറില്ലേ അല്ലെ. മറ്റുള്ളവർ മോശമായിട്ട് പെരുമാറുമ്പോൾ നമ്മുടെ ഇമോഷൻസും മോശമാവും. ഒരു ചുറ്റുപാട്, നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ പ്രിമൈസസ്, നമ്മുടെ പരിസരമുള്ള നമ്മൾ ജീവിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെ, അല്ലെങ്കിൽ ഇപ്പോ ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്, ഒരു കുട്ടി കുറച്ച് മെലിഞ്ഞിട്ടാണ്, ആ കുട്ടി സ്കൂളിൽ പോവാണ്, നന്നായിട്ട് മെലിഞ്ഞിട്ടുണ്ട്, പുറത്തേക്ക് ഇറങ്ങി ഒറ്റയ്ക്കാണ് പോകുന്നത്, അല്ലെങ്കിൽ കൂട്ടുകാരുണ്ടാവും. പോണ വഴിക്ക് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രദേശം അല്ലെങ്കിൽ എവിടെയാണെങ്കിലും ഒരു ജംഗ്ഷൻ ഉണ്ടാവില്ല. അവിടെ എത്തുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിലാണെങ്കിൽ എന്താണ് കുറച്ച് ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ നിൽക്കുന്നു. ഇപ്പൊ ഇങ്ങനെ എന്താണ് വീട്ടിൽ ഒന്നും ഭക്ഷണം ഒന്നും കൊടുക്കാറില്ല, ഒന്നും കഴിക്കാറില്ല എന്ന് പറഞ്ഞ് ആളങ്ങനെ ഷെയിം ചെയ്യും അല്ലെ, ബോഡി ഷെയിം ചെയ്യും. നേരെ മറിച്ച് അതേപോലെ തന്നെയാണ് തടിയുള്ള ഒരു കുട്ടിയാണ്, അത്യാവശ്യം ഒബീസിറ്റി ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ എന്താണ് അതിനെയും പറയും. കുട്ടികൾ ഇതെങ്ങനെ അഫക്ട് ചെയ്യും ഈ പറയുന്ന സമയത്ത്? എല്ലാവരും കേൾക്കിയിരിക്കും ചിലപ്പോൾ കളിയാക്കുന്നത് അല്ലെ. വീട്ടിലൊന്നും വരാറില്ലേ, ഭക്ഷണമൊന്നും കഴിക്കാറില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഉറക്കെ അങ്ങ് പറയും. അത് ആ കുട്ടീനെ എങ്ങനെ അഫക്ട് ചെയ്യും? ശാരീരികമായിട്ടാണോ മാനസികമായിട്ടാണോ? മാനസികമായിട്ട്. അല്ലേ, അത് അത്രയും ആൾക്കാരുടെ മുമ്പിൽ അത് വേണമെങ്കിൽ അടുത്തൊന്നും പറഞ്ഞാൽ മതി. അങ്ങനെ പറയുമോ നമ്മുടെ നാട്ടുകാര്? പറയില്ല അല്ലേ, ഒക്കെ വിളിച്ചു പറയും. അപ്പൊ അത് നെഗറ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. പക്ഷെ അതേപോലെ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല നമുക്ക്. എന്നിരുന്നാൽ പോലും ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന നമുക്ക് നെഗറ്റീവ്സ് ആണ്. തന്റെ വീട് നന്നായെങ്കിൽ മറ്റു വീട് നന്നാവരുതെന്ന് വിചാരിക്കുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ അങ്ങനെയെങ്കിലൊന്നും വിശ്വസിക്കരുത് കേട്ടോ. ചിലപ്പോ പുറമേ ചിരിക്കുമെങ്കിലും അകത്ത് എന്തായിരിക്കും, അകത്ത് നമ്മൾ നന്നായിട്ട് കാണണമെന്നാണ് എനിക്ക് വിചാരിക്കുന്നേ. അല്ല കേട്ടോ, അല്ല എല്ലാവരും ഇല്ല, ചിലര്. എല്ലാവരും പറയാൻ പറ്റില്ല, ചില ആൾക്കാർ അങ്ങനെയാണ് അല്ലെ. നമ്മള് പല ഇതാണ് അതിനെയും പറയാൻ നമുക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസ്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ നമ്മളുടെ ഇമോഷണൽ ബിഹേവിയറിനെ സ്വാധീനിക്കാനായിട്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ നൈബർഹുഡിലും സാധിക്കും. കാരണം the brave communities sure to give birth to fearless and courageous children. Where children grown an emotionally polarized community exhibit emotional instability and emotional susceptibility. Okay. ഇവിടെ പറയുന്നത് ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ധൈര്യമുള്ള ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ നല്ല ഏറ്റവും പോസിറ്റീവ് ചോയ്സസ് ഉള്ള കമ്മ്യൂണിറ്റി ആണെങ്കിൽ അവിടെ വരുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അവിടെ വളർന്നു വരുന്ന കുട്ടികളുടെ ഇമോഷൻ എങ്ങനെയായിരിക്കും? ഫിയർലെസ് ആയിരിക്കും അല്ലെ. ഫിയർലെസ് ആയിരിക്കും, കറേജസ് ആയിട്ടുള്ള ചിൽഡ്രൻ ആയിരിക്കും ഡെവലപ്പ് ചെയ്തത്. അതായത് ഏറ്റവും നിർഭയം മീൻസ് എന്താണ്, പേടിയൊന്നും ഇല്ലാതെ, അല്ലെങ്കിൽ അവർ എപ്പോഴും കോൺഫിഡന്റ് ആയിരിക്കും. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി വളരുന്നവര് എങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയില്? ബ്രേവ് ആയിട്ടുള്ള, ഏറ്റവും ധൈര്യപൂർവ്വമായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ വളരുന്ന കുട്ടികൾ. ഓക്കെ, ഏറ്റവും കറേജസ് ആയിരിക്കും, ഫിയർലെസ് ആയിരിക്കും. പക്ഷെ ഇമോഷണലി പോളറൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വൈകാരികമായിട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ വളരുന്ന കുട്ടികളാണെങ്കിലോ അവരുടെ ഇമോഷൻസ് ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കില്ല അല്ലെ. ഇമോഷണൽ ഇൻസ്റ്റബിലിറ്റീസ് നേരിടുന്ന കുട്ടികളായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ഇമോഷണൽ സസെപ്റ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സസെപ്റ്റിബിലിറ്റി സംവേദനക്ഷമത എന്താന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അതായത് ഇവർക്ക് എങ്ങനെ എന്താ പറയാ, അവർക്ക് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അവിടെ കിട്ടുന്നത്. കുട്ടികൾക്ക് എന്താണ് അവരുടെ ഇമോഷൻസിനെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ടുള്ള യാതൊന്നും തന്നെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നോ ചുറ്റുപാടിൽ നിന്നോ അവർക്ക് ലഭിക്കുന്നില്ല. അപ്പൊ അതിനാൽ തന്നെ കുട്ടികൾ എന്താണ് സംവേദനക്ഷമത കുറവുള്ളവരായിട്ട് മാറും. അതായത് പ്രത്യേകിച്ച് അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാനോ നിയന്ത്രിക്കാനോ കഴിയാൻ പറ്റാത്ത കുട്ടികളായിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്ത് വരുന്നത്. മറിച്ച് ഒരു ബ്രേവ് കമ്മ്യൂണിറ്റിയിൽ സംഭവിക്കുന്ന കുട്ടികൾ എന്താണ്, അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നടക്കുന്ന ഒരു സിറ്റുവേഷനിലാണെങ്കിൽ കുട്ടികൾക്ക് നല്ല കോൺഫിഡൻസ്, ഇമോഷണലി കോൺഫിഡന്റ് ആയിട്ടായിരിക്കും അവർ വരുന്നത്. പക്ഷെ നേരെ മറിച്ച് എന്താണ്, ഇതേപോലെ പോളറൈസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒറ്റപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും മേഖലയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും നെഗറ്റീവ് ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് ആണെങ്കിൽ കുട്ടികളുടെ ഇമോഷൻസ് എപ്പോഴും എങ്ങനെയായിരിക്കും? അൺസ്റ്റേബിൾ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കും.
ഓക്കെ, അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്സിനെ സഹായിക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നതില് മറ്റൊരു പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്ത്, കമ്മ്യൂണിറ്റി നൈബർഹുഡ് എന്ന് പറയുന്നത്. കേട്ടോ, മനസ്സിലായോ പറഞ്ഞത്? മനസ്സിലായി. യെസ്. അപ്പൊ ഇത് പഠിക്കണം. പഠിക്കേണ്ട എന്താണ്, ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതായത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് ചോദിച്ചാൽ എക്സ്പ്ലനേഷൻസ് ആയിരിക്കും ഒബ്ജക്റ്റീവ് ടൈപ്സ് അല്ല നമ്മുടെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഈ പേരുകൾ, ഹെഡ്ലൈൻസ് പഠിക്കാം. ഏതൊക്കെയാണ്? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലിജൻസ്, ഫാമിലി, സോഷ്യൽ അറ്റ്മോസ്ഫിയർ, പിയർ ഗ്രൂപ്പ്സ് ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർ. ഈ ഹെഡ് പോയിന്റ്സ് ഓർത്ത് വയ്ക്കും. പിന്നെ ടീച്ചർ കഴിഞ്ഞ ദിവസം ഇന്റലിജൻസിന്റെ കാര്യം പറഞ്ഞു തന്നു അല്ലെ. ഫാദർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് ആരാന്നാണ് പഠിപ്പിച്ചു തന്നത്? ഡാനിയൽ ഗോൾഡ്മാൻ. കേട്ടോ, മറന്നു പോയത്. യെസ്, ഇവിടുന്ന് ആ ഒരു ഭാഗത്തു നിന്ന് ഒരു ചോദ്യം വരാനുണ്ട്. പിന്നെ ഈ ഫാക്ടേഴ്സിലുള്ള പേരുകളും പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് ദ ടീച്ചർ. കുട്ടികളുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ സഹായിക്കാനായിട്ട് ടീച്ചർ ഏതൊക്കെ റോൾസുകളായിരിക്കും നമ്മുടെ കൈകാര്യം ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. കേട്ടോ, നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ഇമോഷൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് പാരന്റ്സിനേക്കാൾ കൂടുതൽ ടീച്ചേഴ്സിനായിരിക്കും എന്ന് അടുത്തിടെ നടത്തിയ പഠനങ്ങളിൽ പറയുന്നുണ്ട്. കാരണം അവര് കുറച്ചും കൂടി ഓപ്പൺ ആണ് ടീച്ചേഴ്സിന്റെ. പാരന്റ്സിന്റെ ഉള്ളത് പോലെ അല്ല, ടീച്ചേഴ്സിന്റെ കുറച്ചും കൂടി അറ്റാച്ച്മെന്റ് കൂടുതലാണ്. ഈ ഒരു കുറച്ച് കാലഘട്ടങ്ങളിൽ എടുത്ത് നോക്കുമ്പോൾ ടീച്ചേഴ്സിനോട് വല്ലാത്തൊരു അടുപ്പം കാണിക്കുന്നുണ്ട്. കാരണം ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള സ്പേസ് അവർക്ക് കൊടുക്കുന്നത് കൊണ്ടാണ് കുട്ടികള് അധ്യാപകരെ ആശ്രയിക്കുന്നത്. ഓക്കെ, വീട്ടിൽ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ കുട്ടികൾ ആരോട് ഷെയർ ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യുന്നത്. സെക്കൻഡ് മദർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ് കേട്ടോ, അത് ശരിക്കും അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണ്. അപ്പൊ അങ്ങനെ എല്ലാ കുട്ടികളല്ല, ചില കുട്ടികളെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ ടീച്ചേഴ്സിനെയാണ്. ഓക്കെ, എന്തുകൊണ്ടാണ്? അവരെ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു അധ്യാപിക ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് അവരുടെ ഉടലെടുക്കുന്നത് കൊണ്ടാണ് കുട്ടികള് എല്ലാ കാര്യങ്ങളും ഇമോഷണലി വരുന്ന എല്ലാ പേഴ്സണായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾ ടീച്ചേഴ്സിനോട് ഷെയർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ ഇത് ഷെയർ ചെയ്യാറ് കൂടുതൽ? ആൺകുട്ടികൾ. ആൺകുട്ടിയാണ്. പെൺകുട്ടിയല്ല, ആൺകുട്ടികളാണ്. ആൺകുട്ടികളാണ് ഷെയർ ചെയ്യുന്നത് കൂടുതൽ. അതായത് ആൺകുട്ടികളുടെ മനസ്സിൽ പല രീതിയിൽ പല കാര്യങ്ങളും ഒതുങ്ങി കിടക്കുന്നുണ്ട്. പെൺകുട്ടികൾ പിന്നീട് ഹൈഡ് ചെയ്യും. ഇവര് ഹൈഡ് ചെയ്യുമെങ്കിലും ടീച്ചറിനോട് പറയും. അങ്ങനെയാണ്. അതൊരു സന്ദർഭം വരുന്ന സമയത്ത് കുട്ടികളത് ഓപ്പൺ ആയിട്ട് പറയും. അപ്പൊ ടീച്ചറിന് അതിനെന്താണോ പരിഹാരം നിർണ്ണയിക്കാൻ പറ്റുന്നത് അതിനനുസരിച്ച് ടീച്ചറിന് ബിഹേവ് ചെയ്യാനും ടീച്ചറിന് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിനോട് ഒരു അറ്റാച്ച്മെന്റ് കാണിക്കുന്നത് ആൺകുട്ടികൾ തന്നെ. പെൺകുട്ടികൾ ഇല്ല എന്നല്ല, പക്ഷെ എന്നിരുന്നാൽ പോലും ആൺകുട്ടികളാണ് ഏറ്റവും കൂടുതൽ. ഓക്കെ, നമുക്ക് നോക്കാം റോൾ ഓഫ് ദ ടീച്ചർ. Physical weakness, deformities, illness, etc., if any, should be recognized at the time of school entrance, and medical aid should be made available for their children. Okay, ഇവിടെ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ അധ്യാപകർക്കാണ് കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആയിരിക്കും അത് ആദ്യം നോട്ടീസ് ചെയ്യുന്നത് അല്ലെ. ഇപ്പൊ പാരന്റ്സ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവില്ല. ചിലപ്പോൾ അങ്ങനെ പറയാത്ത പാരന്റ്സ് ഉണ്ട്, പറയുന്നവരുണ്ട്. എന്റെ കുട്ടിക്ക് ഇത്തരം ബുദ്ധിമുട്ടുകളാണ് കാര്യങ്ങളെന്ന് പറയുന്നവരുണ്ട്, അത് മറച്ചു വെക്കുന്ന പാരന്റ്സ് ഉണ്ട്. ഇല്ലേ, രണ്ട് കാറ്റഗറി ഇല്ലേ? ഫിസിക്കൽ വീക്ക്നെസ്, കുഞ്ഞിന് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള വീക്ക്നെസ്സുകൾ ഉണ്ടെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഡീഫോർമിറ്റീസ് മീൻസ് എന്താണ്? വൈകല്യങ്ങൾ അല്ലെ. വൈകല്യങ്ങൾ എന്നല്ല എന്ന് പറയുന്നത്. യെസ്, എന്തെങ്കിലും കുഞ്ഞിന് വൈകല്യോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങളോ, ഇതൊക്കെ നമ്മള് കുഞ്ഞ് സ്കൂൾ ടൈമിൽ, അതായത് നമ്മളുടെ കുഞ്ഞിന് ആദ്യം കിട്ടുന്ന സമയത്ത് അല്ലെ, നമ്മുടെ ആ ഒരു KG സെക്ഷൻ PKG മുതൽ അങ്ങനെ കിട്ടുന്ന സമയത്ത് കുട്ടിയിൽ ഈ പറഞ്ഞ ഏതെങ്കിലും വ്യതിയാനങ്ങൾ കണ്ടുകഴിഞ്ഞാൽ, വേരിയേഷൻസ് കണ്ടാല് അത് അധ്യാപിക എന്ന നിലയ്ക്ക് നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അവളെ നോട്ടീസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം കൊടുക്കേണ്ട എന്താണ്? അങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളായിട്ടോ അല്ലെങ്കിൽ മറ്റ് വൈകല്യങ്ങളായിട്ടോ നമ്മൾ നോട്ടീസ് ചെയ്യാൻ ഉടനടി നമ്മൾ എന്ത് ചെയ്യണം? മെഡിക്കൽ എയ്ഡ് ആൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അതായത് ഈ സ്കൂൾ ടൈമിൽ നമ്മുടെ മുന്നിൽ നമുക്ക് അതാണ് പറഞ്ഞത്, ക്ലാസ്സിലെ എല്ലാ കുട്ടികളും നമ്മൾ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിരിക്കണം. അവർക്ക് എന്ത് തരം ബുദ്ധിമുട്ടുകളാണെന്നുള്ളത് നമ്മളെ മക്കളെക്കാൾ കൂടുതൽ അവരെയാണ് നമ്മൾ കെയർ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ എന്താണ്?
അവർക്ക് വേണ്ട മെഡിക്കൽ എയ്ഡ് നമ്മൾ ആവശ്യത്തിലധികം പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. യെസ്. ചില കുട്ടികൾ പറയും അവർക്ക് വയ്യാന്നുള്ളത്, പക്ഷെ ചില കുഞ്ഞുങ്ങള് നമ്മൾ തന്നെ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും അങ്ങനെ കാണുകയാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാത്തരം വൈദ്യസഹായങ്ങളും നമ്മൾ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. യെസ്. മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഇവിടെ എന്താ പറയാ, ഇമോഷണൽ വീക്ക്നെസ് എന്ന് പറഞ്ഞൊരു കാര്യം അവിടെ കൊടുക്കാൻ എന്താ വേണമെങ്കിൽ നോട്ട് ചെയ്തോളൂ. ഫിസിക്കൽ വീക്ക്നെസ് മാത്രമല്ല, ഇമോഷണലി വീക്ക്നെസ് ഉള്ള കുട്ടികളും ഉണ്ടാവും. ഓക്കെ. അതും നോട്ടീസ് ചെയ്താൽ എന്താണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിഹാരങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. മെഡിക്കൽ എയ്ഡാണ് ആദ്യം കൊടുക്കണമെങ്കിൽ അത് ആദ്യം തന്നെ എത്രയും പെട്ടെന്ന് നമ്മൾ കൊടുക്കാം. ഓക്കെ. Then teachers should try to find active cooperation of the parents in making the atmosphere of the home suitable for active emotional development. ഇനി ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പാരന്റ്സുമായിട്ട് എപ്പോഴും ഒരു കോപ്പറേഷൻ ഉണ്ടായിരിക്കണം, അല്ലെ? എന്തിനു വേണ്ടിയാണ് ഈ ടീച്ചേഴ്സ് പാരന്റ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് കുഞ്ഞിന് എന്താണ് കുഞ്ഞിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മള് പാരന്റ്സ് ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് വെക്കുന്നത്. അതായത് നമ്മുടെ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടിയുടെ ആ ഒരു ചുറ്റുപാട് എന്താണ്, അല്ലെ? അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ആക്റ്റീവ് കോപ്പറേഷൻ ആരുമായിട്ട് ഉണ്ടായിരിക്കണം? പാരന്റ്സ് ആയിട്ട് നമ്മൾ നിരന്തരം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ. അതായത് ചിലപ്പോൾ കുട്ടി എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നമുക്ക് പാരന്റ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും അത് വീട്ടിൽ നിന്നുള്ള കാര്യങ്ങളാണോ അല്ലെങ്കിൽ പാരന്റ്സിൽ നിന്നുള്ള എന്തെങ്കിലും ആണോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഓക്കെ. പിന്നെ എപ്പോഴും കുഞ്ഞിന്റെ അച്ഛനമ്മമാരുമായിട്ട് കോണ്ടാക്ട് നിലനിർത്തുന്നത് ഏറ്റവും നല്ലതായിരിക്കും. കാരണം പ്രത്യേകിച്ച് ഇമോഷണലി പ്രത്യേകിച്ച് അവരുടെ ബിഹേവിയറിലൊക്കെ പലതരത്തിലും എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളായിരിക്കും ചിലപ്പോൾ അത് നോട്ടീസ് ചെയ്യുന്നില്ല. പാരന്റ്സിനെ ടീച്ചേഴ്സ് സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുറച്ച് കുട്ടികള് ഒരാഴ്ചത്തെ ബിഹേവിയർ ആയിരിക്കില്ല പിന്നത്തെ ആഴ്ച വരുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ആണ് പെട്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നേരെ അച്ഛനും അമ്മയെ വിളിച്ചൊന്ന് കോണ്ടാക്ട് ചെയ്യാം. എന്താണ് ഇവൻ ക്ലാസ്സിൽ ഇങ്ങനെ ബിഹേവിയർ കാണിക്കുന്നുണ്ട്, വീട്ടിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് നമ്മൾ വിളിച്ചു ചോദിക്കും, അല്ലെ? യെസ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ ചിലപ്പോ ഇല്ല ടീച്ചറെ, ടീച്ചർ എന്താണെന്ന് ചോദിച്ച് ഹാൻഡിൽ ചെയ്യാനായിട്ട് പാരന്റ്സ് ആവശ്യപ്പെടും. നല്ല പാരന്റ്സ് ആണെങ്കിൽ ആവശ്യപ്പെടും. ഓക്കെ. അപ്പോ കുട്ടിയുടെ ആ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടുമായിട്ട് എപ്പോഴും ആ ഒരു കോപ്പറേഷൻ ഉള്ളത് ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഒരു ക്ലാസ് ചാർജ് ഒക്കെ വരുന്ന സമയത്താണ് അത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് ക്ലാസ് ടീച്ചേഴ്സിനായിരിക്കുള്ളൂ പാരന്റ്സ് ആയിട്ട് കൂടുതൽ കോപ്പറേഷൻ പറയുന്നത്. ബാക്കി സബ്ജക്ട് എടുക്കുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരു PTA മീറ്റിംഗിൽ മാത്രം എത്തിപ്പെടുന്നുള്ളൂ. പക്ഷെ എന്നിരുന്നാൽ പോലും പഠിത്തത്തിലോ മറ്റെന്തെങ്കിലും വേരിയേഷൻസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. പാരന്റ്സ് ആയിട്ട് വിളിക്കാനും സംസാരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ക്ലാസ് ടീച്ചർ അല്ലേ പാരന്റ്സ് ആയിട്ട് എപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്നത്, അല്ലേ? അതെ അതെ അതെ. നിങ്ങളുടെ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അറിയിക്കാനായിട്ടാണ് വിളിക്കാറുണ്ടോ ടീച്ചേഴ്സിനെ? നിങ്ങളെ വിളിക്കാറുണ്ടോ ടീച്ചറെ? എല്ലാ മാസം വിളിക്കും, അല്ലെ? ടീച്ചറിന്റെ കാര്യം എല്ലാ ദിവസവും ഗ്രൂപ്പിൽ വരും. അതേപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ. Then the interpersonal relationship in the school should be such that should provide emotional security and a sense of belongingness to children. എന്താണ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്? ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇന്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്റർപേഴ്സണൽ ഇന്റർ ആയിട്ട് ഇന്റർ ഉണ്ട്. ഇന്റർ എന്തായിരിക്കും? ഇന്റർ അല്ല, ബന്ധിപ്പിക്കുന്നതല്ല. ഇന്റർപേഴ്സണൽ സ്കിൽ എന്ന് കേട്ടില്ലേ? ഇൻട്രാ പേഴ്സണൽ പേഴ്സണാലിറ്റി, ഇന്റർപേഴ്സണൽ പേഴ്സണാലിറ്റി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? കേട്ടിട്ടില്ല ആണോ? അപ്പൊ ഒരു ആക്ടിവിറ്റി ഇവിടെ തരാം കേട്ടോ. കണ്ടുപിടിച്ചിട്ട് വരാം. ഇന്റർ പേഴ്സണാലിറ്റി എന്താണ്, ഇൻട്രാ പേഴ്സണാലിറ്റി എന്താണ്, രണ്ടും ഒരു ചെറിയൊരു ഷോർട്ട് നോട്ട് ആയിട്ട് ഒന്ന് അടുത്ത ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്ത പോലെ കേട്ടോ. ഓക്കെ. ഇന്റർ പേഴ്സണാലിറ്റി എന്താണ്, ഇൻട്രാ പേഴ്സണാലിറ്റി എന്താണ്? മലയാളത്തിലും ഇംഗ്ലീഷിലും ഏത് ലാംഗ്വേജിലും നിങ്ങൾക്ക് കുറച്ച് ഫ്യൂ സെന്റൻസ് മതി കേട്ടോ. എന്താന്ന് മാത്രം.
എന്നിട്ട് നമുക്ക് ആ ടോപ്പിക് പഠിക്കാം, ആ ഒരു പോയിന്റ് പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് ഡൈവേഴ്സ്. നോട്ട് ചെയ്ത നിങ്ങള് എഴുതണോട്ടോ, എഴുതണേ, എഴുതിയിരിക്കണോ? അതെ മാമേ. Provide diversified co-curricular activities for the full expression and outlet of pent-up emotional energies. Okay. Diversified co-curricular activities. നമ്മൾ ക്ലാസ് മുറിയിലെ കുട്ടികൾക്ക് കൊടുക്കുന്ന ആക്ടിവിറ്റീസിൽ എപ്പോഴും, അതായത് കുട്ടികളുടെ എല്ലാത്തരം ഇമോഷൻസിനെയും പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നതായിരുന്നു. അതായത് അവരുടെ പെൻഡപ്പ് ഇമോഷൻ എന്ന് വെച്ചാൽ ഒളിഞ്ഞെടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും കുട്ടികൾക്ക്, അല്ലെ? ചിലപ്പോ എന്തെങ്കിലും ഒരു നാണത്തിന്റെ പുറത്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും പേടിയോ, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ പുറത്ത് ചിലപ്പോ എന്താണ് കുട്ടികൾക്ക് അത് പുറത്തേക്ക് വരുന്നില്ല, അല്ലെ? അങ്ങനെ പല കുട്ടികൾ അങ്ങനെ ഒതുങ്ങി പോകുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പലർക്കും പല കഴിവുകൾ ഉണ്ടാക്കി, പക്ഷെ എന്താണ് അവർക്ക് ഫുൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഓക്കെ, അപ്പൊ അവരുടെ അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന എല്ലാത്തരം, അതായത് അവരുടെ ഉള്ളിൽ കിടക്കുന്ന ഇമോഷൻസിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം? എല്ലാ എനർജീസിനും പുറത്തു വരാൻ പറ്റുന്ന രീതിയിലുള്ള പാഠ്യ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ കോകരിക്കുലർ ആക്ടിവിറ്റീസ് ആയിരിക്കണം. അതായത് വൈവിധ്യമാർന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ് കുട്ടികളുടെ എല്ലാത്തരം ഒളിഞ്ഞിരിക്കുന്ന ഇമോഷൻസിനെ പുറത്തു കൊണ്ടുവരാനായിട്ടും അവരെല്ലാ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ടും അധ്യാപകർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്ന വഴി എന്താണ് കുട്ടികളിൽ അങ്ങനെ ഒളിഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളിനെയും പുറത്തു കൊണ്ടുവരാനായിട്ട് സഹായിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അത് ഡൈവേഴ്സിഫൈഡ് കോ-കരിക്കുലർ ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ക്ലാസ് മുറിയിൽ പല പല പ്രവർത്തനങ്ങൾ കൊടുക്കും, പക്ഷെ കൊടുക്കുന്ന പ്രവർത്തനങ്ങളിൽ എന്തുണ്ടായിരിക്കണം? വൈവിധ്യം ഉണ്ടായിരിക്കണം. അതായത് ഒരേ റെഗുലർ ആക്ടിവിറ്റീസ് തന്നെ ആയിരിക്കും കൊടുക്കേണ്ടത്, ഡിഫറെന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കുക. അതായത് അവരുടെ എല്ലാ പൊട്ടൻഷ്യൽസിനെയും പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയാവുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ടീച്ചേഴ്സ് പ്രിപ്പയർഡ് ആയിരിക്കണം. അതായത് ഒരു ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാവരും, അതായത് മാനസികവും എന്താ പറയാ, അവരുടെ ഫിസിക്കൽ പ്രസൻസും മെന്റൽ പ്രസൻസും രണ്ടും ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കണം നമ്മൾ ക്ലാസ് മുറിയിൽ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ എന്താണ് ഇങ്ങനെ മാറി നിൽക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഒളിപ്പിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ പിന്നിലേക്ക് നിൽക്കുന്ന കുട്ടികളെയൊക്കെ മുന്നിലോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ആയുധമാണ് നമ്മൾ ക്ലാസ് മുറിയിൽ കൊടുക്കുന്ന ആക്ടിവിറ്റീസുകൾ. ഓക്കെ, അതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ റോൾ പ്ലേ എന്ന് പറയുന്ന ആക്ടിവിറ്റി ഇല്ലേ, നിങ്ങൾക്ക് അറിയാമോ? റോൾ പ്ലേ എന്താണ് റോൾ പ്ലേ എന്ന് പറയുന്നത്? ഒരു ചിലപ്പോ ഒരു കഥയോ ഒരു പോയോ അല്ലെങ്കിൽ സ്റ്റോറിയോ ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ, ഇപ്പൊ ഒരു സ്റ്റോറിയിൽ 5 കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ 5 കഥാപാത്രങ്ങളിൽ നമ്മൾ 5 കുട്ടികളെ തിരഞ്ഞെടുത്ത് 5 കഥാപാത്രങ്ങൾ ആരായിട്ട് കൊടുക്കും? കുട്ടികൾക്ക് കൊടുക്കും, അല്ലെ? എന്നിട്ട് ആ കഥാപാത്രങ്ങളുടെ ഡയലോഗ്സുകളും കാര്യങ്ങളും ഒക്കെ അവരെ പറയും. ഇൻട്രസ്റ്റിംഗ് ആണ്, റോൾ പ്ലേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊടുക്കാൻ ടീച്ചേഴ്സിന് പറ്റണം. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര താല്പര്യമാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ, അല്ലെ? അതൊക്കെ കുറച്ച് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ റോൾ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഇതേപോലെ മിണ്ടാടിക്കുന്ന കുഞ്ഞായിരിക്കും, ചിലപ്പോ അവനത് ഇൻട്രസ്റ്റഡ് ആയി വരും. ഇപ്പൊ എന്താണ് അവന്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ഇമോഷൻസിനെ പുറത്തും ചിലപ്പോ അവനിൽ ഒരു നല്ലൊരു അഭിനേതാവ് ഉണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ അന്ന് തിരിച്ചറിയാൻ പറ്റും, അല്ലെ? അതുവരെ ഇല്ലാതിരുന്ന ഒരു ദിവസം ആ ഒരു ആക്ടിവിറ്റി കൊടുത്ത സമയത്ത് കുഞ്ഞ് കുറച്ചും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യും. ഓക്കെ, അപ്പൊ എന്താണ് അവന്റെ ചിലപ്പോ ഈ ആക്ട്രസിനെയൊക്കെ കണ്ടുപിടിക്കാന്നൊക്കെ പറയില്ല നമ്മള്, ഇങ്ങനെയൊക്കെ ടീച്ചർമാരായിരിക്കും ചിലപ്പോ ഇങ്ങനെ ഇപ്പൊ ഉള്ള അധ്യാപകരൊക്കെ ആയിരിക്കും ഇപ്പൊ ഉള്ള വലിയ വലിയ ആക്ടേഴ്സിനെയൊക്കെ ചിലപ്പോ കൊണ്ടുവന്നിരിക്കുന്നത്, പറയാൻ പറ്റില്ല നമുക്ക്, അല്ലെ? അപ്പൊ നമുക്ക് അങ്ങനെ അവരെ നോട്ടീസ് ചെയ്ത് എടുക്കാൻ പറ്റണം. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ എപ്പോഴും കൊടുക്കുമ്പോൾ ഏറ്റവും വൈവിധ്യമാർന്നിട്ടുള്ള പഠന പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസ് ആയിരിക്കണം ഉൾപ്പെടുത്തേണ്ടത്. അപ്പൊ അവരുടെ എല്ലാത്തരം ഇമോഷൻസ് എനർജീസിനെയും പുറത്തു കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? 4ാമത്തെ പോയിന്റ് മനസ്സിലായില്ലേ? പെൻഡപ്പ് ഇമോഷൻ എനർജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കുറെ കാര്യങ്ങളെയാണ് പെൻഡപ്പ് ഇമോഷൻ എനർജി എന്ന് പറയുന്നത് കേട്ടോ. അഡോപ്റ്റ് ഡൈനാമിക് പ്രോഗ്രസീവ് ചൈൽഡ് സെൻട്രഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ്. നമ്മുടെ ക്ലാസ് മുറിയിൽ പ്രധാനമായിട്ടും ഏതൊക്കെ രീതിയിലുള്ള മെത്തേഡ്സ് ആണ് അഡോപ്റ്റ് ചെയ്യുന്നത്? ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈനാമിക് നമ്മൾ മലയാളത്തിൽ അതിനെ എന്താ പറയാ? ചലനാത്മകമായ എന്നൊക്കെ പറയും. ചലനാത്മകമായ ഡൈനാമിക്സ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡൈനാമിക് പ്രോഗ്രസീവ് എന്ന് വെച്ചാല് പുരോഗനാത്മകമായ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ചൈൽഡ് സെൻട്രഡ് മെത്തേഡ് ആണ്. അതായത് കുട്ടി കേന്ദ്രീകൃത പഠനമായിരിക്കണം നമ്മൾ ഉൾപ്പെടുന്നത്. ടീച്ചർ സെൻട്രേഡ് അല്ല വരേണ്ടത്,
ചൈൽഡ് സെൻട്രേഡ് ആയിരിക്കും. അതായത് കുട്ടികളുടെ എല്ലാത്തരം കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിനും അവർക്ക് പുരോഗമനം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ്സ് ആയിരിക്കണം നമ്മൾ ക്ലാസ് മുറിയിൽ ഉൾപ്പെടുത്തേണ്ടത്. ഓക്കെ, ഫിസിക്കലായിട്ട് മെന്റലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആക്ടിവിറ്റീസിൽ കൂടുതൽ ഉൾപ്പെടുത്താം. അതായത് മാനസികമായിട്ട് അവരുടെ എല്ലാ കഴിവുകളിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം നമ്മൾ ഉൾപ്പെടുത്തുന്നത്. മാത്രം ടീച്ചർ അവിടെ ഒരു ഫെസിലിറ്റേറ്റർ മാത്രമാവാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ ചൈൽഡ് സെന്റേർഡ് മെത്തേഡിൽ ടീച്ചർ എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റ് ഒരു ഫെസിലിറ്റേറ്റർ മാത്രം. നമ്മൾ ജസ്റ്റ് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക. പക്ഷെ ബാക്കി എല്ലാ കാര്യങ്ങളും ആരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കേണ്ടത്? കുട്ടികളാണ് അല്ലെ. ചൈൽഡ് സെന്റേർഡ് എന്ന് പറയുമ്പോൾ അവിടെ കുട്ടി കേന്ദ്രീകൃത പഠനമായിരിക്കും. ഓക്കെ, ടീച്ചർ സെന്റേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പഴയ ഒരു അപ്രോച്ച് ആണ് അല്ലെ. ടീച്ചറാണ് അവിടെ സെൻട്രൽ പൊസിഷൻ, കുട്ടികൾ ജസ്റ്റ് അത് ലിസണേഴ്സ് മാത്രമാണ് അല്ലെ. ആ ഒരു മെത്തേഡിൽ നിന്ന് നമ്മൾ മാറി ചിന്തിക്കേണ്ട കാലഘട്ടമാണ് അല്ലെ. അപ്പൊ ചൈൽഡ് സെന്റേർഡ് എന്ന് പറയുമ്പോൾ ശിശു കേന്ദ്രീകൃത പഠനം അല്ലെങ്കിൽ കുട്ടി കേന്ദ്രീകൃത പഠനം എന്ന് പറയാമെങ്കിൽ മെത്തേഡ് എന്ന് നമ്മൾ പറയും. അതായത് കുട്ടികളാണ് അവിടെ ആക്റ്റീവ് പാർട്ടിസിപ്പേറ്റ്സ് എന്ന് പറയുന്നത്. ടീച്ചർ ആസ് എ ഫെസിലിറ്റേറ്റർ മാത്രമാണ്. ഓക്കെ, ഇപ്പൊ നമ്മൾ മോണ്ടിസോറിയിൽ നമ്മൾ ഫെസിലിറ്റേറ്റേഴ്സ് ആണ് അല്ലെ. കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്, നമ്മൾ ജസ്റ്റ് അസിസ്റ്റ് ചെയ്യല്ലേ ചെയ്യുന്നുള്ളൂ കുഞ്ഞുങ്ങളെ. അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ അല്ലെങ്കിൽ നമ്മളെ ഡയറക്ടേഴ്സ് എന്നാണ് നമ്മൾ അറിയുന്നത്. ഓക്കെ, നമ്മള് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഒന്ന് കാണിച്ചു കൊടുക്കും, അല്ലെങ്കിൽ എന്താണ് കുട്ടികളെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുന്ന ഒരു മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് നമ്മളിവിടെ ചൂസ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ട് ആരാണ് ചെയ്യുന്നത്? കുട്ടികൾ തന്നെയാണ് അവിടെ ചെയ്യുന്നത് അല്ലെ. യെസ്, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ക്ലാസ് മുറിയിൽ എങ്ങനെയുള്ള മെത്തേഡ് ആദ്യം ഉൾപ്പെടുത്തേണ്ടത്? ചൈൽഡ് സെന്റേർഡ് ആയിട്ടുള്ള ഡൈനാമിക് ആൻഡ് പ്രോഗ്രസീവ്. അതായത് കുട്ടികളുടെ എല്ലാത്തരം കഴിവുകളെ പുരോഗമിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് എല്ലാത്തരം ഇമ്പോർട്ടൻസ് കൊടുത്തും അവരുടെ എല്ലാ കഴിവുകളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ആയിരിക്കും നമ്മുടെ ക്ലാസ് മുറിയിൽ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? മനസ്സിലായോ ടീച്ചേഴ്സ്? Yes, ma'am. നിങ്ങൾ ഇടയ്ക്ക് ഉറങ്ങി പോകുന്നുണ്ടോ പിള്ളേരെ? കേട്ടിരിക്കുകയാണ്. ഓക്കെ, കുറച്ചും കൂടി ആക്റ്റീവ് ആണോ കേട്ടോ. ഡൈനമിക്കിന്റെ മീനിങ് ഒന്നും കൂടി പറയോ? മലയാളമാണോ? മലയാളം അവിടെ മീൻ ചെയ്യുന്ന മലയാളം അല്ല, അത് അവിടെ ഇപ്പൊ അവരുടെ എല്ലാ സ്കിൽസിനെയൊക്കെ ഇപ്പൊ ചില കുട്ടികൾക്ക് പല പല സ്കില്ലുകൾ ഉണ്ടായിരിക്കും. അപ്പൊ സ്കില്ലിനെ കുറച്ചുകൂടി എന്താ പറയാ, അതിന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കണം. അല്ലെങ്കിൽ അതിനെ ഡൈനാമിക് ആൻഡ് പ്രോഗ്രസീവ് രണ്ടും കൂടി കൂട്ടിച്ചേർക്കണം. അതായത് ഈ രണ്ട് മെത്തേഡും കൂടി ചേരുന്നതാണ് ചൈൽഡ് സെന്റേർഡ് മെത്തേഡ്. അതായത് കുട്ടികളുടെ എല്ലാത്തരം കഴിവുകളെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഡൈനാമിക്സ് എന്ന് പറയുന്നത്. അതായത് കുട്ടികൾ അവിടെ ഇൻവോൾവ് ആവുന്നു, ഒരു ഭയങ്കര ചലനാത്മക എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതേപോലെ തന്നെ എന്താണ്, കൊടുക്കുന്ന ആക്ടിവിറ്റീസിൽ അവരെ പ്രോഗ്രസീവ് ആയിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ടും എന്തിനു സാധിക്കുന്നുണ്ട്? ചൈൽഡ് സെന്റേർഡ് മെത്തേഡിന് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ രണ്ടും കൂടി ഇന്ത്യ മിക്സ്ഡ് ആണ് എന്ത് ചൈൽഡ് സെന്റേർഡ് മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? എനിക്ക് മനസ്സിലായില്ലേ ചലനാത്മക ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് അതിന്റെ ഒരു മലയാളം കിട്ടിയില്ല എനിക്ക്. എന്താണ് അങ്ങനെയാണ് മലയാളത്തിൽ അത് തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ആ പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് ആർക്കും മനസ്സിലാവാതെ ഉണ്ടോ? അഞ്ചാമത്തെ പോയിന്റ് ഇല്ല. Next one. The children should get desired love and sympathy from the teachers. Children should get desired love and sympathy from the teachers. നമ്മുടെ കുട്ടികൾ നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങൾ ടീച്ചറായിട്ട് ചിന്തിച്ചിട്ട് പറയട്ടോ, ടീച്ചേഴ്സായിട്ട് ചിന്തിച്ചിട്ടൊന്ന് പറയൂ. എല്ലാ കുട്ടികളും വിചാരിക്കും എന്റെ ടീച്ചർ എന്നെ സ്നേഹിക്കണം, എന്നൊന്ന് പരിഗണിക്കണം അല്ലെ. ഇങ്ങനെ ആഗ്രഹിക്കും. നമ്മൾ പഠിച്ച കാലഘട്ടത്തിൽ നമ്മൾക്ക് അങ്ങനെ തന്നെയായിരുന്നു ആഗ്രഹം. എന്റെ ടീച്ചർ എന്നെ നോക്കണം, എന്നോട് സംസാരിക്കണം. നമ്മ പഠിച്ചപ്പോ അങ്ങനെയായിരുന്നു കേട്ടോ. ഞാൻ പഠിച്ചപ്പോ അങ്ങനെയായിരുന്നു. എന്റെ ടീച്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി ചിരിക്കുന്നത് ഭയങ്കര കാര്യമായിട്ടില്ല. ടീച്ചർ ഒന്ന് വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞത് നമ്മുടെ ഷോൾഡറിലേക്ക് ഒന്ന് തട്ടുന്നത് ഭയങ്കര എന്തോ വലിയൊരു കാര്യം നേടിയ പോലെയാണ്. യെസ്, അപ്പൊ എല്ലാ കുഞ്ഞുങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട്. ടീച്ചേഴ്സിൽ നിന്നുള്ള ആ ഒരു സ്നേഹം, അത് ലവ് എന്ന് പറയുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. ഈ ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി എന്ത് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ക്ലാസ് മുറിയിലെ കുട്ടികളോട് കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന അതാണ്. സിമ്പതി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ സിമ്പതി കൊടുക്കരുത്, ഭയങ്കര സിമ്പതിക്ക് ആവരുത്. നമ്മള് ഇങ്ങനെ ആയിരിക്കണം. എങ്ങനെയുള്ള സിമ്പതിയാണ് ഉദ്ദേശിക്കുന്നത്? അയ്യോ ഭയങ്കര പോയി, എനിക്കൊരു സിമ്പതി ഇല്ലടോ.
എംപത്തിക് ആവാന്ന് പറഞ്ഞാൽ എന്താ? എംപത്തി ആൻഡ് സിമ്പത്തിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? Empathy, understand their feeling. സിമ്പത്തി സഹതാപം. സിമ്പത്തി അണ്ടർസ്റ്റാൻഡ് ദ ഫീലിംഗ്. എംപത്തി എന്ന് പറയുന്നത് എന്താണ്? സഹതാപാണോ മിസ്സേ? നമ്മള് എന്താണ് മണിച്ചിത്രത്താഴ് സിനിമയില് മോഹൻലാൽ പറയുന്നില്ലേ, ഗംഗയുടെ ആ ഒരു സിമ്പത്തി പിന്നെ ഒരു എംപത്തി ആയി മാറി എന്ന് പറയാറില്ലേ? നാഗവലിയോടുള്ള ഒരു സിമ്പത്തി പിന്നീട് ഒരു എംപത്തി ആയി മാറി. ഇതാണ് എംപത്തി. അപ്പോ എന്തോ സഹതാപാണോ? അതെ. അവരുടെ അവരുടെ നിലയ്ക്ക് ചിന്തിക്കുക എന്ന് വെച്ചാൽ വെരി ഗുഡ്. സിമ്പത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോടൊരു അണ്ടർസ്റ്റാൻഡിങ് തോന്നുന്ന ഫീലിംഗ് ആണ് അല്ലെ? അയ്യോ എന്നുള്ളൊരു ഫീലിംഗ് വന്നു. പക്ഷെ മറ്റതെന്താണ്? അവരെന്ത് ചിന്തിക്കുന്നു അതനുസരിച്ചിട്ട് നമ്മൾ ചിന്തിക്കാൻ വന്നു. അത് എംപത്തറ്റിക് മൈൻഡാണ്. അത് എല്ലാവർക്കും അത് പറ്റണമെന്നൊന്നുമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ നമ്മളിലുള്ള വികാരം അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് സിമ്പത്തിയാണ് അല്ലെ? ചില ആൾക്കാർ മുഴുവൻ കാണിക്കുന്നത് സിമ്പത്തി. ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴും സിമ്പത്തി ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ എങ്ങനെയാവും? അല്ലെ? വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും കുട്ടികളൊരു ഒരുപാട് സിമ്പത്തി കുട്ടികൾ ആഗ്രഹിക്കുന്നതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ്? ടീച്ചറിനെ നന്നായിട്ട് സ്നേഹിക്കണം, എന്നെ എപ്പോഴും അല്ല എന്റെ എപ്പോഴും കൂടെ ഉണ്ടാവണം എന്നുള്ള ഒരു മൈൻഡ് കുട്ടികളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ കൊടുക്കാൻ പറ്റുന്നത് സ്നേഹമാണ്. സ്നേഹത്തിലൂടെ നോളജിലേക്ക് എത്തിച്ചേർക്കുക അല്ലെങ്കിൽ നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അല്ലെ? അതാണ് നമ്മുടെ പരമപ്രധാനമായ ലക്ഷ്യം. സ്നേഹത്തിലൂടെ അറിവിലേക്കുള്ള അവരുടെ ചുവടുവെപ്പിക്കുക. അപ്പൊ കുഞ്ഞുങ്ങളുടെ ആഗ്രഹമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്താണ് അവർ ആഗ്രഹിക്കുന്നത്? അധ്യാപകരിൽ നിന്നും എന്താണ് സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു സിമ്പത്തറ്റിക് മൈൻഡ് ഉള്ള ഒരു അധ്യാപകരാണ് എല്ലാ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിത്തീരുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷെ എന്തിനും എന്തുണ്ടായിരിക്കണം? ഒരു ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കണം അല്ലെ? ഇപ്പൊ എന്താ പറഞ്ഞ എംപത്തി എന്ന് അതിനെന്താ പറഞ്ഞ മീനിങ്? എംപത്തി വെച്ചാൽ അവര് ചിന്തിക്കുന്നത് എന്താണ് അതേപോലെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നത് കേട്ടോ. സിമ്പതി എന്ന് പറഞ്ഞാൽ അവരോട് നമുക്കൊരു സഹതാപം തോന്നുകയാണ് അല്ലെ? സഹതാപം തോന്നുന്നത് എങ്ങനെയാണ്? സഹതാപം എങ്ങനെ തോന്നും? ഒരു സാഹചര്യം പറഞ്ഞ സഹതാപം, കുട്ടികളോട് സഹതാപം തോന്നുക, സിമ്പതി തോന്നുന്ന ഒരു സാഹചര്യം, സിറ്റുവേഷൻ നിങ്ങളൊന്ന് പറഞ്ഞേ. ക്ലാസ് മുറിയിൽ ഉണ്ടാവുന്ന ഒന്ന് ആലോചിച്ച് നോക്കി. കുട്ടി ഭക്ഷണം കഴിച്ച് കുട്ടി ടയർഡായിട്ട് ഇരിക്കുമ്പോ നമ്മള് ചോദിക്കുന്നു. ഒരു കുട്ടിയുടെ ഞാൻ പറയാം, ഞാനൊരു ഇത് പറയാം. ഒരു കുട്ടിയുടെ അരിയത്ത് നല്ലൊരു പെൻസില്, അടുത്ത കുട്ടിക്ക് നല്ല പെൻസിൽ ഉണ്ട്. അപ്പൊ ഇപ്പുറത്തെ കുട്ടി സങ്കടത്തോടെ നോക്കുക ഈ ഒരു പെൻസിലിന്. അത് അങ്ങനെ അതൊരു സഹതാപത്തിന്റെ ഒരു ഇതല്ല. ടീച്ചർ ആ കുട്ടീനെ നോക്കുമ്പോ അങ്ങനെയല്ലേ നോക്കുമ്പോ കുഞ്ഞ് എന്തെങ്കിലും കിട്ടാത്തതിന്റെ ഒരു വിഷമത്തിൽ ഇരിക്കുകയാണ് അല്ലെ? ടീച്ചറിന് എന്ത് ചെയ്യാം? ടീച്ചറെ എനിക്ക് നല്ലൊരു പെൻസിൽ കൊണ്ട് കൊടുക്കാം അല്ലെ? ടീച്ചറെ കുഞ്ഞിനോട് സഹതാപം തോന്നും അല്ലെ? അയ്യോ അവന് അത് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് ചിലപ്പോൾ ടീച്ചർ എന്താണ് സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് എന്താണ് ഒരു പെൻസിൽ വേണമെങ്കിൽ കൊടുക്കും. കുഞ്ഞ് ഹാപ്പി ആയി, ടീച്ചർ ഹാപ്പി. യെസ്, അതാണ് സിമ്പതി. അങ്ങനെ പല സിറ്റുവേഷൻ ബേസ്ഡ് ആണ് കേട്ടോ. ഇപ്പൊ ഭക്ഷണം ഇല്ലാതെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന കുട്ടികളുണ്ട്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് സിമ്പതി എന്നല്ല, അതും സ്നേഹത്തിന്റെ. ഇതൊക്കെ സ്നേഹത്തിന്റെ ഇമോഷൻസിന്റെ ഓരോരോ വേരിയേഷൻസ് ആണ്. ഇതിന്റെയൊക്കെ പേരുകളിൽ ഇട്ടിരിക്കുന്നു എന്നുള്ളത് കേട്ടോ. ഇതെല്ലാം നമ്മളുടെ വികാരങ്ങളുടെ ഓരോരോ വേരിയേഷൻസ് ആണ്. ലവ് ആണെങ്കിലും സിമ്പതി ആണ്, എംപതി ആണെങ്കിലും അല്ലെങ്കിൽ ഈ മോട്ടിവേഷൻ അല്ല, നമ്മൾ ഇമോഷൻസിൽ പല പ്രോസസ്സിലൂടെയാണ് കടന്നത്. അപ്പൊ അതിനെയൊക്കെ ഓരോ പഠിതാക്കൾ അല്ലെങ്കിൽ ഓതേഴ്സ് എന്താണ് ഒരു പേരിട്ട് വിളിക്കുന്നതാണ് അല്ലെ? അത് ഇതിന്റെ എല്ലാം ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് സ്നേഹമാണ് അല്ലെ? ഇതിൽ നിന്നാണ് ഈ സ്നേഹത്തിൽ നിന്നാണ് ദേഷ്യവും വരുന്നതും വാശിയും വരുന്നതും സങ്കടം ഉണ്ടാവുന്നതും അസൂയ ഉണ്ടാവുന്നതൊക്കെ എന്തിൽ നിന്ന് തന്നെയാണ്? സ്നേഹത്തിൽ നിന്നാണ്, ലവിൽ നിന്നാണ് ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത്. ഓക്കെ, അത് കുറയുമ്പോഴോ കൂടുമ്പോഴോ ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് അല്ലെ? ശരിയാണോ? ശരിയാണ്. ഇപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. നമ്മൾ എടുക്കുന്നുള്ളൂ. അപ്പോ നമ്മുടെ ഫാത്തിമനെ നമുക്കൊന്ന് അന്വേഷിക്കണം കേട്ടോ. ക്ലാസ്സിൽ കൊണ്ടുവരാൻ പറ്റണം, നോക്കാം. നിങ്ങൾ എന്നിട്ട് ഇത്രയും ദിവസം എന്താ പറയാതിരുന്നേ? ഇടയ്ക്ക് ഞങ്ങള് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പൊ
പിന്നെ ഒരു ടീച്ചർമാരെ ഗൾഫിലല്ലേ ചിലപ്പോ നാട്ടില് വന്നു കഴിഞ്ഞാല് ആ വാട്സപ്പ് നമ്പർ നഷ്ടപ്പെട്ടു പോകും, അങ്ങനെയുള്ള സംഭവിക്കാലോ. അപ്പം പിന്നെ അതായിരിക്കും ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. നമുക്കതിനെ പോസിറ്റീവായിട്ട് എടുക്കാം കേട്ടോ. എന്നാലും നമ്മൾ അന്വേഷിക്കാം. നിങ്ങൾക്ക് കോണ്ടാക്ട് കിട്ടാൻ പറ്റുന്നത്ര നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് നോക്കാം കേട്ടോ. മെസ്സേജുകൾ അയച്ചു നോക്കുക. എപ്പോഴെങ്കിലും ചിലപ്പോ എന്തെങ്കിലും ഒരു കണക്ഷൻ വന്ന ആള് റിപ്ലൈ ചെയ്താലോ. ഓക്കെ, സൈൻ ഔട്ട് പറയാമോ? ഇവിടെ ഒരു മിനിറ്റ്, ഇവിടെ വരെ എടുത്തത് മനസ്സിലായി. എന്തെങ്കിലും ഇവിടെ സംശയം ഉണ്ട് ഇപ്പൊ തന്നെ ചോദിക്കാം കേട്ടോ. പോയിന്റിൽ ഏതെങ്കിലും മൂന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു തന്നോളാം കേട്ടോ. ലാസ്റ്റ് പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാക്കിയതുണ്ടോ? എമ്പതിയിൽ ഇപ്പോഴും ആരെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? എമ്പതിയില് അതായത് ഒരാൾക്ക് ഒരു വികാരം ഉണ്ടാകുമ്പോ അയാളുടെ വികാരം നമ്മൾ അതേപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ അതിന്റെ സഹാനുഭൂതി അല്ലെങ്കിൽ എമ്പതി എന്ന് പറയുന്നത്. ഓക്കെ, അയാൾക്ക് എന്തെങ്കിലും വികാരം അതേപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം, അല്ലെങ്കിൽ അയാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഇല്ല. ഫാക്ടേഴ്സില് socially discarded and maladjusted children means ആര് ഉദ്ദേശിക്കുന്നത്? സോഷ്യൽ ഡിസ്കാർഡ് പ്രശ്നത്തില് നമ്മുടെ സൊസൈറ്റിയിലേക്ക് അധികം റിലേറ്റ് ചെയ്ത് വരാത്ത കുട്ടികളുണ്ട്. അതായത് സോഷ്യൽ മൈൻഡില്ലാത്ത ആൾക്കാരെ കണ്ടിട്ടുള്ളത്. അതായത് ഇപ്പൊ സൊസൈറ്റിയിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങളോ നടക്കുന്ന സമയത്ത് അവർ അതിൽ നിന്നും പുറകോട്ട് നിൽക്കും, അല്ലെങ്കിൽ ഒരിക്കലും അഡ്ജസ്റ്റഡ് അല്ല അവർക്ക്. അതായത് ഇപ്പൊ എന്താ പറയുക, എക്സാമ്പിള് നമ്മള് സോഷ്യൽ സർവീസസ് പോലുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറില്ലേ? സോഷ്യൽ സർവീസസിൽ കുറച്ചുകൂടി വലിയ കുട്ടികളെ നോക്കുവാണെങ്കിൽ സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന ആക്ടിവിറ്റീസ് അതിന് എല്ലാ കുട്ടികളൊന്നും പങ്കെടുക്കില്ല. എന്തുകൊണ്ടാണ്? ചില കുട്ടികൾക്ക് ഭയങ്കര താല്പര്യം ഇതായിരുന്നു. അതായത് സൊസൈറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഇഷ്ടമുള്ള കുട്ടികളുണ്ട്. പക്ഷെ എന്താണ്, അതേ നേരെ മറിച്ച് അതിൽ നിന്ന് പിൻവാങ്ങി നിൽക്കുന്നവരുണ്ട്. അതായത് സൊസൈറ്റി റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളോട് താല്പര്യമില്ലാതെ, അല്ലെങ്കിൽ അവർക്ക് എന്തോ സമൂഹമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബാഡ് എഫക്ട്സ്, ബാഡ് ആയിട്ടുള്ള അനുഭവങ്ങൾ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടായതുകൊണ്ടായിരിക്കും. ഓക്കെ, അതിൽ നിന്ന് അവർ മാറി നിൽക്കും. ഇമോഷണൽ എന്തെങ്കിലും പ്രോബ്ലംസ് കുഞ്ഞിന് സൊസൈറ്റിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടാവും. അങ്ങനെ പിൻവലിഞ്ഞ് നിൽക്കുന്ന കുട്ടികളുണ്ട്. മറിച്ച് എന്താണ്, അതിലേക്ക് സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് നല്ല രീതിയിൽ ഇൻവോൾവ് ചെയ്യുന്ന കുട്ടികളുണ്ട്. രണ്ട് കാറ്റഗറി ടൈപ്പ് കുട്ടികളും ഈ ഒരു ഇതിൽ വരാവുന്നതാണ് കേട്ടോ. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെ വാങ്ങി നിൽക്കുന്ന ശരിക്കും പറഞ്ഞാൽ ഇതേപോലെ സൊസൈറ്റി റിലേറ്റഡ് നിൽക്കാത്ത കുട്ടികൾക്ക് ഒരുപാട് പ്രോബ്ലംസ് ഒരു ഫേസ് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പൊ ഒറ്റയ്ക്കൊക്കെ ഒരു ചുറ്റുപാടിൽ ഒറ്റയ്ക്കൊക്കെ നിൽക്കേണ്ട സിറ്റുവേഷൻ വന്നാല് കുട്ടിക്ക് സൊസൈറ്റി ആയിട്ടുള്ള ഒരു ബന്ധങ്ങളില്ല, അല്ലെങ്കിൽ കുഞ്ഞിനത് അറിയില്ല. അങ്ങനെയൊക്കെ വന്നാല് ഇമോഷണലി അവന് പല ഡിഫിക്കൽട്ടീസ് അനുഭവപ്പെടാനുള്ള സാധ്യത. അതായത് ചുറ്റുള്ള ആൾക്കാരോട് മിണ്ടാനോ സംസാരിക്കാനോ അവനൊന്നും അറിയാത്തൊരു കാറ്റഗറി ആയിട്ട് വളർന്നു കഴിഞ്ഞാൽ എന്താണ്, അവനിപ്പോ ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം ഉള്ള സമയത്ത് കുട്ടിക്ക് അത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ചിലപ്പോ ഒരാളോട് പറഞ്ഞാൽ ചിലപ്പോൾ തീരുമായിരിക്കും. പക്ഷെ തൊട്ടടുത്തോ അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ ആരെങ്കിലും ഒക്കെ നിൽക്കുന്നുണ്ടാവും കുഞ്ഞിന്, അയാളോട് പറയണോന്ന് പോലും ചിലപ്പോ എന്താണ് ആ കുട്ടിക്ക് അറിയാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണ്? കുഞ്ഞിന്റെ സമൂഹമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, പക്ഷെ അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ അവരുടെ പിയർ ഗ്രൂപ്പ്സിലെ കൂട്ടുകാർക്ക് അറിയാൻ പറ്റും. അതായത് സമപ്രായത്തിലുള്ള കുട്ടികൾക്ക് എന്താണ്, അവൻ എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുന്ന കുട്ടികൾ അവരെന്ത് ചെയ്യും, അവരൊന്നും സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ കുട്ടികളെ കുറച്ചുകൂടി സോഷ്യൽ റിലേറ്റഡ് ആയിട്ട് വളർത്തണം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് പറയുന്നത്. കാരണം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ചുറ്റുപാടിൽ നിന്നുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അത് തരണം ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഒരു എന്ത് വേണം, ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ സൈൻ ഔട്ട് പറയാമോ? മാം സൈനിങ് പറയാൻ വന്നില്ലേ, അത് സൈൻ ഔട്ട് ആയിട്ട് പറയാവോ? മാം സൈനിങ് പറയാൻ വന്നതല്ലായിരുന്നു, ഇപ്പൊ സൈൻ ഔട്ട് ആയിട്ട് പറയാവോന്ന്? സൈൻ ഔട്ട് ഞാൻ ഇവിടുത്തെ ഒരു പാട്ട് പാടാന്ന് വിചാരിച്ചതാ. അതോ പഠിക്കോ? പാടാനാ വേണ്ടി നോക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? പാടുമ്പോ വേറെ ശബ്ദമായിരിക്കും കേട്ടോ. ലിറിക്സ് നല്ലതാ.
നിങ്ങൾ ആകാംക്ഷ അത്ര പോലൊന്നും ഉണ്ടാവില്ല കേട്ടോ. യെസ്, അത് പാടാം. മൈക്ക് ഓൺ ചെയ്ത് വെച്ചിരിക്കണേ. എന്താണോ കേൾക്കുന്നില്ല? യെസ്, കേൾക്കാൻ പറ്റുന്നുണ്ടോ നോക്കട്ടോ. ഇനി ഇരുന്നാലേ കേൾക്കോളൂ. പാടിയിട്ടില്ല. പുറത്തുനിന്ന് ശബ്ദം കേൾക്കണ്ടോ? ആരുടെ മൈക്ക് ഓൺ ആണ്? അത് ഓഫ് ആയിരുന്നെങ്കിൽ ക്ലിയർ. ഞാൻ ഓൺ മ്യൂട്ട് ചെയ്യാം. ഓക്കെ, കേൾക്കാമോ? യെസ്. തിന്നൽ കണ്ണാടിയാറി മാതിലുറങ്ങും നിന്നും മൈലാഞ്ചി മേഘം, മന്ദിൽ നിന്നും മൈലാഞ്ചി മേഘം, രാവിനും കണകം ചാത്തി മഞ്ഞുകാലം നോക്കും കുഞ്ഞു പൂവിക്കാതെ കാറ്റുമോളം പാട്ടിൻ പേരെന്ത് വന്നിറങ്ങും പ്രാവുകൾ കൂടുകൂട്ടാൻ തേടും കുളിരേത് ആരോ പാടുന്നു നീലമുക്കിലോ കാക്കുയിൽ ആരോ പാടുന്നു നീലമുക്കിലോ കാക്കുയിലോ മഞ്ഞുകാലം നോക്കും കുഞ്ഞു പോയിക്കാതെ കാറ്റുമോളം പാട്ടിൻ പേരെന്ത് വേഗത്തേരെ വന്നിറങ്ങും പ്രാവുകൾ കൂടുകൂട്ടാൻ തേടും കുളിരേത്. ഓക്കെ, താങ്ക് യു മാം. നല്ല രസം. പാട്ടൊന്നും പഠിച്ചിട്ടില്ല, പക്ഷെ പാട്ട് പാടും. നന്നായിട്ട് പാടി മാം. താങ്ക് യു. ഓക്കെ, നന്നായിട്ട് പാടി മാം. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്. ഈ സുനിലയുടെ വീഡിയോസ് ഉണ്ടോ നിങ്ങള്? സുനില നല്ല വീഡിയോ ക്രിയേറ്റർ ആണ് കേട്ടോ. ആണ്. എന്താണ് ഓഡിയോയ്ക്ക് അനുസരിച്ചിട്ട് ലിപ്പ് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.